സോ ഗുഡ് ഈവനിങ്, എല്ലാവർക്കും നമസ്കാരം. പതിപോലെ ഇന്ന് തിരുക്കുറളിന്റെ 20-ാമത്തെ അധ്യായമാണ്. ഇമാമുണ്ട്. സോ ഇന്ന് നമുക്ക് ക്ലാസ് ആരംഭിക്കാം. ശാന്തിമാമിനെ ക്ഷണിക്കും. ശാന്തിമാം കേൾക്കാമല്ലോ അല്ലേ? തുടങ്ങിക്കൊള്ളുമോ? ഓക്കെ, എല്ലാവർക്കും നമസ്കാരം. നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്നത് 70-ാമത്തെ ചാപ്റ്റർ ആണ്. ഇതിന് തൊട്ട് മുന്നേ 69 എന്ന് പറയുന്നത് തൂത് എന്ന ചാപ്റ്റർ ആണ്. അപ്പോൾ ഇത് 70-ാമത്തെ ഈ ചാപ്റ്ററിൽ പറയുന്നത് ഇപ്പൊ തൂത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു രാജാവിന് എന്താണോ ആവശ്യം അത് നിർവഹിക്കാൻ വേണ്ടി സ്വന്തം നാടിന് വേണ്ടി ദൂത് പോകുന്നതിനാണ് ദൂതെന്ന് പറയുന്നത്. അപ്പോൾ ഒരു ദൂതൻ എങ്ങനെയൊക്കെ ഇരിക്കണം എന്നുള്ളതിനെ കുറിച്ചാണ് നമ്മൾ ഇതിന് മുന്നേ ഉള്ള ചാപ്റ്ററിൽ നമ്മൾ കണ്ടത്. എന്നാൽ അതുപോലെ തന്നെയാണ് ഒരു രാജാവിൻ്റെ അടുത്ത് നിൽക്കുന്ന ആള് എങ്ങനെ ആയിരിക്കണം. അദ്ദേഹം മന്ത്രിയാണല്ലോ, അപ്പോൾ ആ മന്ത്രി എങ്ങനത്തെ ഒരു ക്യാരക്ടർ ആയിരിക്കണം. കാരണം അദ്ദേഹം വഴിയാണ് പല കാര്യങ്ങളും രാജ്യത്ത് നടക്കാൻ പോകുന്നത്. അപ്പോൾ അദ്ദേഹത്തിനോട് രാജാവിനോട് കൂടുതൽ അടുപ്പം വെക്കുന്നത് മന്ത്രിയായിരിക്കണം. ആ മന്ത്രി എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യാം, എങ്ങനെ ആവണം എന്നുള്ളതിനെ കുറിച്ച് മാത്രമാണ് ഈ മന്നരെ ചേർന്നൊഴുകുതൽ. മന്നർ എന്ന് പറഞ്ഞാൽ രാജാവെന്നാണ്. ചേർന്നൊഴുകുതൽ എന്ന് വെച്ചാൽ രാജാവിനൊപ്പം നടക്കുന്നത്, അല്ലെങ്കിൽ രാജാവിൻ്റെ സ്വഭാവം എന്താണോ അതിനൊത്ത് സഞ്ചരിക്കുന്നത്. അതാണ് ചേർന്ന് ഒഴുകുതൽ എന്ന് പറയുന്നത്. ആദ്യത്തെ 691-ാമത്തെ കുറളാണ്. അകലാത് അണുകാത് തീക്കായ്വാർ പോൽക ഇകൽവേന്തർ ചേർന്നൊഴുകുവാർ. അതായത് ഒരു മന്ത്രി എന്ന ആൾ രാജാവിനോട് എങ്ങനെ ആണ് നമ്മൾ ഓരോ കാര്യങ്ങളിലും ഇടപഴകേണ്ടത്, എങ്ങനെയാണ് അത് ചില ഉപമയോടുകൂടിയാണ് പറഞ്ഞിരിക്കുന്നത്. അതായത് ഇപ്പോൾ തണുത്ത സ്ഥലങ്ങളിൽ പോയാൽ നമ്മൾ എങ്ങനെയാണോ ഒരു ഫയറൊക്കെ വെച്ചിട്ട് നമുക്ക് ഇത് കായുമല്ലോ, നമുക്ക് തീ വേണമല്ലോ, ചൂട് വേണമല്ലോ. അപ്പം നമ്മൾ നടുക്ക് ഇതൊക്കെ ഇട്ടിട്ട് ചൂട് വെച്ചിട്ടായിരിക്കും നമ്മൾ ചെയ്യുന്നത്. അതിൻ്റെ അടുത്തിരിക്കുമ്പോൾ നമ്മൾ എന്ത് ചെയ്യും? ആ ഫയറിൻ്റെ അല്ലെങ്കിൽ ആ തീയുടെ അടുത്ത് പോയാൽ ഭയങ്കരമായി നമുക്ക് ചൂട് സഹിക്കാൻ പറ്റില്ല. എന്നാൽ ദൂരെ നിന്നാലോ നമുക്ക് തണുപ്പ് മാറുകയില്ല. അപ്പോൾ അതുപോലെ ആവണം രാജാവിൻ്റെ അടുത്ത്. അതിന് കാരണം അകലാത് അണുകാത്. അകലാത് എന്ന് പറഞ്ഞാൽ ദൂരെ ഒരുപാട് അകലെ പോവരുത്. അണുകാത് എന്ന് പറഞ്ഞാൽ വളരെ അടുത്തും വരരുത്. തീക്കായ്വാർ പോൽക. എങ്ങനെ തീക്കായ്വാർ എന്ന് പറഞ്ഞാൽ തീയിട്ട് അതിൻ്റെ അടുത്തിരുന്ന് ആ ചൂട് കൊള്ളുന്നത് പോലെ. ഇഹൽവേന്തർ ചേർന്നൊഴുകുവാർ. ഇഹൽവേന്തർ എന്ന് പറഞ്ഞാൽ രാജാവാണെങ്കിൽ എപ്പോൾ വേണമെങ്കിലും രാജാവിൻ്റെ സ്വഭാവം മാറാം. അതായത് കാരണം രാജാവ് എന്ന് പറയുന്നത് ഒരു വലിയ പൊസിഷനാണ്. പൊസിഷനിൽ ഇരിക്കുന്നവർക്ക് പല പല ടെൻഷൻ കാണാം. ചിലപ്പോ ഞാൻ വലിയ ആളാണ് എന്നുള്ള ഒരു ധാരണ ആവാം. അപ്പൊ എപ്പം പെട്ടെന്ന് ദേഷ്യം വരാനും സാധ്യതയുണ്ട്. അതുകൊണ്ടാണ് ഇഹൽ വേന്തർ എന്ന് വെച്ചാൽ ഇപ്പൊ നമ്മുടെ അടുത്ത് നല്ലപോലെ സംസാരിക്കുന്ന ആൾ ജസ്റ്റ് 1 മിനിറ്റ് കൊണ്ട് തന്നെ സ്വഭാവം മാറാൻ സാധ്യതയുണ്ട്. അതുകൊണ്ടാണ് ഇഹൽ വേന്തർ എന്ന് പറഞ്ഞത്. ഇഹൽ വേന്തർ എന്ന് പറഞ്ഞാൽ സ്വഭാവം മാറുന്ന, എങ്ങനെ വേണമെങ്കിലും പെട്ടെന്ന് ദേഷ്യം വരാം. അങ്ങനെ വരുന്ന എന്താണോ നമ്മുടെ അടുത്ത് സംസാരിച്ചുകൊണ്ടിരിക്കുന്ന ആ രീതിയിൽ നിന്ന് മാറ്റം സംഭവിക്കാവുന്ന, പെട്ടെന്ന് കോപം വരുന്നതും ദേഷ്യം വരുന്നതുമായ ആ രാജാവിനോട് ചേർന്നൊഴുകുവാർ എന്ന് പറഞ്ഞാൽ രാജാവിനോടൊപ്പം സഞ്ചരിക്കുന്നവർ. അതാരാണ്? മന്ത്രിയാണ്. അപ്പോൾ മന്ത്രി എപ്പോഴും ഏതുപോലെ നിൽക്കണം? ഒരു തീയുടെ അടുത്ത് പോയാൽ നമുക്ക് ദോഷമാണ്, കാരണം ഭയങ്കര ചൂടായിരിക്കും, സഹിക്കില്ല. അകലെ നിന്നാലോ ചൂട് കിട്ടില്ല. അപ്പൊ അതുപോലെ രാജാവിനോട് അടുത്തും നിൽക്കണം, എന്നാൽ വളരെ അകലെയും പോവരുത്, വളരെ അടുത്തും പോവരുത്. കാരണം അദ്ദേഹത്തിന്റെ സ്വഭാവം അങ്ങനെയാണ്, പെട്ടെന്ന് മാറാം. അതനുസരിച്ച് സ്വഭാവം അനുസരിച്ച് നമ്മൾ മാറി നിൽക്കുന്നതാണ് നല്ലത് എന്നുള്ളതാണ്
ഇതിൽ പറയുന്നത്. അപ്പോൾ നമുക്ക് ഒരു മന്ത്രിയുടെ ഇത് സ്വഭാവം അനുസരിച്ചല്ല രാജാവ് മാറേണ്ടത്. അപ്പൊ രാജാവിന്റെ സ്വഭാവം അനുസരിച്ച് മന്ത്രി മാറണം എന്നുള്ളതാണ് ഈ കുറളിൽ പറഞ്ഞിരിക്കുന്നത്. ഓക്കെ, താങ്ക് യു. തിരുക്കുറൾ ചാപ്റ്റർ 70 സർവീസ് ടു കിങ്, മന്നരെ ചേർന്നൊഴുകൽ, രാജസേവ അല്ലെങ്കിൽ രാജാവിനൊപ്പം എന്നൊക്കെ പറയാം. ഇൻട്രൊഡക്ഷൻ. ഒരു പ്രകോപിതനായ ഭരണാധികാരിയോടൊപ്പം ആയിരിക്കുമ്പോൾ അധികം ദൂരെയല്ല അധികം അടുത്തുമല്ല എന്ന തരത്തിൽ ഇടപെടുക. ഉദാഹരണം, തീയുടെ മുമ്പിൽ തീ കായുന്നവരോട് സാമ്യമുള്ളവരായിരിക്കുക. രാജാവിന്റെ താല്പര്യങ്ങൾക്ക് വിരുദ്ധമായി പെരുമാറാത്തവൻ രാജാവിലൂടെ ശാശ്വതമായ സമ്പത്ത് നേടുന്നു. നിങ്ങൾ അധികാരിക്ക് അനിവാര്യമാണെന്ന് കരുതുന്നുവെങ്കിൽ കുറ്റമറ്റ മാന്യത നിലനിർത്തുക. ആർക്കെങ്കിലും ഇഷ്ടക്കേട് തോന്നിയാൽ അവരെ വിശ്വാസത്തിലെടുക്കാൻ വളരെ ബുദ്ധിമുട്ടായിരിക്കും. മറ്റുള്ളവരുടെ ചെവിയിൽ മന്ത്രിക്കുകയോ അവരുമായി ചിരിക്കുകയോ ചെയ്യരുത്. എപ്പോൾ? മാന്യരായ വ്യക്തികളുടെ സാന്നിധ്യത്തിൽ. അധികാരിയുടെ ഏതെങ്കിലും വ്യക്തിപരമുള്ളതുമായ കാര്യത്തെക്കുറിച്ച് ഒളിഞ്ഞു നോക്കുകയോ അവമതി പറയുകയോ ചെയ്യരുത്. ഇതൊക്കെയാണ് ഒരു ക്വാളിറ്റി ആയിട്ട് നമുക്ക് ആമുഖ ചിന്തയിൽ പറയാൻ പറ്റുക. കുറൽ 691 ഇങ്ങനെ കാണുന്നു: അകലാതു അണുകാതു തീക്കായുവാർ പോൽക ഇകൽ വേന്തർ ചേർന്നൊഴുകുവാർ. അകലാ തടുക്കാതെ തീ കായുന്നവരെ പോൽ കുപിത നൃപനെ ചേർന്നു സേവ. അടുപ്പിനടുത്ത് ചൂട് പിടിക്കുന്നത് പോലെ അധികം ദൂരവും അടുപ്പവുമില്ലാതെ കൊട്ടാരക്കാർ രാജാവിനെ സേവിക്കണം. തീ കാച്ചി ദേഹം ചൂടാക്കുമ്പോൾ തീയുടെ അടുത്തേക്ക് അധികം അടുക്കാതെയും എന്നാൽ അധികം അകന്നു പോകാതെ ഇരിക്കുന്നത് പോലെ യുദ്ധവീരന്മാരായ രാജാക്കന്മാരുടെ അടുത്ത് ജീവിക്കുന്നവർ അവരുമായി വളരെ അധികം അടുക്കാതെയും അകന്നു പോകാതെയും സമചിത്തതയോടെ പെരുമാറണം. ഓവർ. Thank you, sir. The Tirukural is a celebrated classical Tamil text consisting of 1330 couplets, Kurals, authored by the ancient poet Thiruvalluvar around the 1st century BCE to 5th century CE. It is an essential work on ethics, politics, economy, and love, structured into 3 parts: Aram, virtue; Porul, wealth, polity; and Imbam, love. Chapter 70, titled Service to King, Iraivan Thoril Seidal, falls under the Porul section, focusing on the duties and conduct of ministers and officials serving a ruler. This chapter highlights the qualities necessary for good governance, such as counsel, integrity, and diligence, emphasizing that effective administration relies on wise counsel. It instructs on the importance of the officials' loyalty and moral courage to offer honest advice even when it is unwelcome for the welfare of the state. A key couplet from this chapter is: "He is the best of servants who dares to speak out against his master's wrong decision." Tirukural 691 states, "Like warming near fire, where neither distance nor closeness is good, courtiers must serve the king." This metaphor instructs officials to maintain a delicate balance in their service. If they stand too far
their counsel won't be heard. But if they become too intimate, they risk losing the necessary respect and ability to offer impartial advice. The fire represents the king's power, which can offer warmth benefits, but can also burn harm if approached carelessly. The official must strike a careful medium close enough to provide timely guidance and be an effective aid, yet distant enough to preserve their professional integrity and safety. This balance ensures the minister can operate effectively without overstepping or becoming irrelevant, thus safeguarding both their position and the welfare of the kingdom. A fitting story from the Mahabharata illustrates this concept through Vidura, the wise half-brother and advisor to King Dhritarashtra. Vidura maintained a distance from the king's more destructive decisions, such as the gambling match leading to the Pandavas' exile, by offering impartial, though unwelcome, moral counsel from a respectful but firm position. His distance prevented him from being corrupted by the court's mechanization and allowed him to speak the truth even when it risked his status. However, his nearness as a trusted relative and minister meant the king still had to listen even if he didn't heed the advice. This careful balance allowed him to remain a pillar of Dharma within a flawed court, always serving the true interest of the realm over the king's personal whims. Thank you, sir. അടുത്ത കുറൾ എന്ന് പറയുന്നത് 692 കുറളാണ്. മന്നർ വിഴയ വിഴയാമൈ മന്നറാൽ മന്നിയ ആക്കം തരും. അതായത് ഒരു രാജാവ് എന്താണോ ഇഷ്ടപ്പെടുന്നത് അത് രാജാവിൻ്റെ താഴെ ജോലി ചെയ്യുന്ന ആരായാലും, അത് മന്ത്രിയായാലും ആരായാലും അത് ഇച്ഛിക്കരുത്. രാജാവിന് ഇഷ്ടപ്പെടുന്നതെല്ലാം ഇദ്ദേഹവും ഇഷ്ടപ്പെടുകയാണെങ്കിൽ അത് അയാൾക്ക് നന്മ വരുത്തില്ല. കാരണം രാജാവ് ഇഷ്ടപ്പെടുന്നെല്ലാം ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ അത് ഏതുപോലെ ആവും എന്ന് പറഞ്ഞാൽ, വേലി തന്നെ പൈരിനെ മേയുക എന്നൊരു തമിഴിലൊരു പഴഞ്ചൊല്ലുണ്ട്. വേലി പൈരെ മേയ്താൽ എതുവും മിഞ്ചാത് എന്ന് പറയും. അതുപോലെ ആവും. കാരണം രാജാവിനെ പോലെ ആകണം എന്ന് ഒരു ആഗ്രഹം പണിക്കാർക്കും വരും. അത് മന്ത്രിയായാലും മന്ത്രിയുടെ താഴെ തട്ടിലുള്ളവരായാലും ശരി, രാജാവിനെ പോലെ ആടെ ആഭരണങ്ങൾ മാത്രമല്ല, രാജാവ് ഇഷ്ടപ്പെടുന്നതെല്ലാം ഞാനും ചെയ്യണം എന്ന് ആഗ്രഹിക്കുകയാണെങ്കിൽ ഒന്നിനും മിച്ചം വരില്ല എന്നുള്ളതാണ് പറയുന്നത്. മന്നർ വിഴയ വിഴയാമൈ മന്നരാൽ മന്നിയ ആക്കം തരും. മന്നർ, ആ രാജാവ് ആഗ്രഹിക്കുന്ന, വിഴയ എന്ന് പറഞ്ഞാൽ ഇഷ്ടപ്പെടുന്ന, വിഴയാമൈ വിഴയാമൈ എന്ന് പറഞ്ഞാൽ ഇഷ്ടപ്പെടാതിരിക്കുക. മന്നരാൽ മന്നിയ, രാജാവിനെ കൊണ്ട് തന്നെ മന്നിയ ആക്കം തരും. ആക്കം എന്ന് പറഞ്ഞാൽ സെൽവം, അല്ലെങ്കിൽ ഏത് തരത്തിലുള്ള വെൽത്ത് ആയാലും ആക്കം എന്നുള്ളതിനെ കുറിച്ച് പറയാം. മന്നിയ എന്ന് വെച്ചാൽ കൂടുതൽ. ഈ മന്ത്രി രാജാവ് ആഗ്രഹിക്കുന്നത് ആഗ്രഹിച്ചില്ല എങ്കിൽ ആ രാജാവ് തന്നെ ആയിരിക്കും എന്തൊക്കെ കൊടുക്കുന്നത്, ഈ മന്ത്രിക്ക് ആവശ്യമുള്ളതെല്ലാം കൊടുക്കുകയും ചെയ്യും. മാത്രമല്ല താൻ അനുഭവിക്കുന്ന പലതും കൊടുക്കുകയും ചെയ്യും. അപ്പം അതുകൊണ്ട് കൂടുതൽ രാജാവിനെ പോലെ ജീവിക്കണമെന്നോ രാജാവിനെ പോലെ ആകണമെന്നോ ആകാംക്ഷിക്കരുത്. അതിന് തമിഴിലൊരു നാടകമുണ്ട്, പൊയട്രിക്കൽ നാടകമാണ്. പേരാശ്രീയർ സുന്ദരം പിള്ളൈ
അതായത് ഒരു ഫിലോസഫി പ്രൊഫസറാണ്, യൂണിവേഴ്സിറ്റി കോളേജിലെ പ്രൊഫസർ ആയിരുന്ന ആളാണ്. അദ്ദേഹം എഴുതിയ മനോന്മണീയം എന്നൊരു നാടകമുണ്ട്. ആ നാടകത്തിനെ ഈ കുറളിന് എക്സാമ്പിൾ പറയാം. ആ നാടകത്തിൽ വരുന്ന രാജാവാണ് ജീവകൻ എന്ന രാജാവ്. ആ രാജാവിൻ്റെ മന്ത്രി കുടിലൻ. ഈ കുടിലൻ എന്ന മന്ത്രി രാജാവിനെ പോലെ ജീവിക്കണം, രാജാവിൻ്റെ സ്ഥാനത്തിരിക്കണം എന്ന് ആഗ്രഹിച്ചതുകൊണ്ട് അദ്ദേഹം അവസാനം ഒന്നും ഇല്ലാണ്ടാവുകയാണ് ചെയ്തത്. അപ്പൊ അതിൻ്റെ കഥ മുഴുവനും, ആ നാടകത്തിൽ വരുന്നത് മുഴുവനും ഈ കുടിലന്റെ ചതി ഇതുപോലുള്ള കാര്യങ്ങളാണ് വരുന്നത്. കറക്റ്റ് ഈ കുറളിന് യോജിക്കുന്നതാണത്. അപ്പോൾ അല്ലെങ്കിൽ ഈ കുടിലൻ ജീവകൻ എന്ന രാജാവിന് വേണ്ടപ്പെട്ടവനായിരുന്നു. കുടിലൻ പറയുന്നതേ രാജാവ് കേൾക്കുമായിരുന്നു. പക്ഷേ ഇദ്ദേഹത്തിൻ്റെ ഈ ഇച്ഛ കാരണമാണ് അതില്ലാതായത്. അപ്പൊ അതുകൊണ്ട് എപ്പോഴും രാജാവ് ചെയ്യുന്ന കാര്യങ്ങളൊക്കെ ചെയ്യണമെന്നും രാജാവിനെ പോലെ ജീവിക്കണമെന്നും ആഗ്രഹിക്കരുത്. അങ്ങനെ ആഗ്രഹിക്കാതിരുന്നാൽ എല്ലാം രാജാവ് തന്നെ ഇവർക്ക് കൊടുക്കുകയും ചെയ്യും. അതാണ് ഈ കുറളിന്റെ. ഓക്കെ, താങ്ക് യു മാം. തിരുക്കുറൾ ഭാഗം 2, അധികാരം 70. മന്നർ വിഴൈപ്പ വിഴയ്യാമൈ മന്നരാൽ മന്നിയ ആക്കം തരും. മന്നൻ കൊതിക്കുന്നതൊന്നും കൊതിക്കായിൽ ഒന്നൊന്നായി നേട്ടങ്ങൾ ഉണ്ടാകും. ഇവിടെ കുറൾ 692 തിരുവള്ളുവർ പറയുന്നത്, എപ്പോഴും പലവിധ കാര്യങ്ങളാൽ കുപിതനും യുദ്ധശീലനുമായുള്ള രാജാവിനെ മന്ത്രി എങ്ങനെയാണോ ഓരോ സന്ദർഭങ്ങളിലും ശ്രദ്ധിക്കേണ്ടത്, എങ്ങനെയാണ് ഇടപഴകേണ്ടത് എന്നൊക്കെയാണ് ഈ കുറൾ പറയുന്നത്. താൻ സേവിക്കുന്ന രാജാവ് ആഗ്രഹിക്കുന്ന വസ്തുക്കളെ ആഗ്രഹിക്കാതിരിക്കുക എന്നത് ഒരു നല്ല സമ്പ്രദായമാകുന്നു. അങ്ങനെയായാൽ ആ രാജാവിനാൽ തന്നെ മഹത്തായ ഐശ്വര്യം സജീവന്മാർക്ക് വന്നുചേരും. അതായത് ഒരു വസ്തുവിനെ ചൊല്ലിയുള്ള മത്സരം യജമാനനും ഭൃത്യനും തമ്മിലല്ല വേണ്ടത്. ഭൃത്യൻ ഉൾപ്പെടെ എല്ലാ യജമാനന്റേത് മാത്രമാകുന്നു. ആ സത്യം രാജാവിനെ സേവിക്കുന്ന മന്ത്രി നിർബന്ധമായും മനസ്സിലാക്കിയിരിക്കണം. രാജാവ് ആഗ്രഹിക്കുന്ന വസ്തുക്കളെയോ മറ്റ് സംഗതികളെയോ താൻ ആശിക്കാതിരിക്കണം. ഒപ്പത്തിനൊപ്പം എന്ന ഭാവം രാജാവിനോടല്ല വേണ്ടത്. മന്നന്റെ സ്നേഹം കുറയ്ക്കുവാനും ഐശ്വര്യം വളർത്തുവാനും അത് ഇടയാക്കും. അത് തന്റെ നാശത്തിലെ കലാശിക്കൂ എന്നും നമ്മൾ മനസ്സിലാക്കുക. രാജാവ് കാണിക്കുന്ന കാര്യങ്ങളിൽ നിന്നൊക്കെ ഒഴിഞ്ഞു നിൽക്കുകയാണെങ്കിൽ അതൊക്കെ രാജപ്രീതിക്ക് കാരണമാവുകയും അതുമൂലം പല പല നേട്ടങ്ങളും മന്ത്രിക്ക് ഉണ്ടാകുകയും ചെയ്യും. ഉദാഹരണമായി നമ്മൾ ഇപ്പോഴത്തെ ഒരു പ്രസന്റ് കാര്യം എടുക്കുകയാണെങ്കിൽ, നമ്മുടെ പ്രിയ നടൻ മോഹൻലാലിനെ മന്ത്രിയായും രാജാവായും ആന്റണി പെരുമ്പാവൂർ സാറിനെ മന്ത്രിയായും എടുക്കുകയാണെങ്കിൽ അദ്ദേഹം തന്റെ രാജാവിന്റെ ഹിതങ്ങൾക്കനുസരിച്ച് മാത്രം പ്രവർത്തിക്കുകയും അതനുസരിച്ച് നീങ്ങുകയും ചെയ്യുന്നത് കൊണ്ടാണ് എപ്പോഴും നമ്മൾ നടനെ മോഹൻലാലിനെ ഓർക്കുമ്പോൾ തന്നെ അദ്ദേഹത്തിന്റെ പിന്നിൽ ഒരു നിഴൽ പോലെ ആന്റണി പെരുമ്പാവൂർ നിൽക്കുന്നത് നമുക്ക് തോന്നും. കാരണം എന്തും തന്റെ രാജാവിന്റെ ഹിതത്തിനനുസരിച്ച് പ്രവർത്തിക്കുന്ന ഒരു മന്ത്രിയായിട്ട് നമുക്ക് അദ്ദേഹത്തെ അവിടെ കാണാൻ കഴിയും. അപ്പോ കുറൾ 692, മന്നർ വിഴൈപ്പ വിഴയ്യാമൈ മന്നരാൽ മന്നിയ ആക്കം തരും. മന്നൻ കൊതിക്കുന്നതൊന്നും കൊതിക്കായിൽ ഒന്നൊന്നായി നേട്ടങ്ങൾ ഉണ്ടാകും. ഓവർ. താങ്ക് യു സർ. Permanent good from kings comes to those who do not express personal interest at the whims and fancies of the king. കുറൾ 693. 693 കുറളാണ്. പോറ്റിൻ അരിയവൈ പോറ്റൽ കടുത്തപിൻ തേറ്റുതൽ യാർക്കും അരിത്. അതായത് ഒരു രാജാവിന്റെ കീഴിൽ നമ്മൾ പണിയെടുക്കുകയാണ് എന്നുള്ളൊരു ബോധത്തോടു കൂടിയാണ് നമ്മൾ എപ്പോഴും ആ പണി ചെയ്യുന്നത്. അത് മന്ത്രിയായാലും അതിന് താഴെത്തട്ടിലുള്ളവരായാലും ശരി തന്നെ. കാരണം
ഒരു രാജാവിന് സംശയിക്കുന്ന, അതായത് രാജാവിന് ഇഷ്ടപ്പെടാത്ത കാര്യങ്ങൾ ചെയ്യരുത്. ഇനി അത് ഇഷ്ടപ്പെടാത്തതെന്ന് പറയുമ്പോൾ ഒന്ന്, കൂടുതൽ ഇച്ഛാശക്തി, അതായത് കാശ് വേണം. രാജാവിൻ്റെ കയ്യിൽ നിന്നും ഒരുപാട് കാശ് വേണം. അവിടെ നിന്നും എനിക്ക് മാത്രമായി തന്നെ, പണ്ടത്തെ രാജാക്കന്മാരാണെങ്കിൽ ഒരുപാട് പൊർക്കിഴികളൊക്കെ കൊടുക്കുന്നതാണ്. അപ്പം അത് ആകാംക്ഷിക്കുക, എനിക്ക് വേണം എന്നൊരു ആക്രാന്തം കാണിക്കുക. അതുപോലെ തന്നെ രാജാവ് പറയുന്ന കാര്യങ്ങൾ അനുസരിക്കാതിരിക്കുക, പിന്നെ എന്തെങ്കിലും കള്ളം പറയുക, ഇതുപോലുള്ള കാര്യങ്ങൾ ഒരു പ്രാവശ്യം ഒരു പണിക്കാരൻ്റെ കയ്യിൽ നിന്നും വരികയാണെങ്കിൽ, ഒരു തെറ്റ് പറ്റുകയാണെങ്കിൽ, അതിൽ ഒരു സംശയം രാജാവിന് വന്നു കഴിഞ്ഞാൽ, ഈ വക കാര്യങ്ങളിൽ ഒരു സംശയം വന്നു കഴിഞ്ഞാൽ, പിന്നെ ആ സംശയത്തിനെ നമുക്ക് മാറ്റുവാൻ കഴിയില്ല. അതാണ് പോറ്റിൻ എന്ന് പറയുന്നത്. ഇതിൽ ഉദ്ദേശിക്കുന്നത് തെറ്റ് വരാതെ സൂക്ഷിക്കുക. എന്താണ്? ഒരു സംശയാസ്പദമായ രീതിയിൽ പ്രവർത്തിക്കരുത്. അങ്ങനെ ആ രീതിയിൽ പ്രവർത്തിച്ചു കഴിഞ്ഞാൽ, ഒരു തെറ്റ് വന്നു കഴിഞ്ഞാൽ, അരിയവൈ പോറ്റൽ കടുത്ത പിൻ, അങ്ങനെ സംഭവിക്കുകയാണെങ്കിൽ, കടുത്ത പിൻ എന്ന് പറയുന്നത് രാജാവിന് സംശയം വന്നതിന് ശേഷം തേറ്റുതൽ യാർക്കും അരുത്. തേറ്റുതൽ എന്ന് പറയുന്നത് ആ സംശയം നിവാരണം ചെയ്തു കൊടുക്കുക ആർക്കും കഴിയില്ല. ഒരു പ്രാവശ്യം രാജാവിന് ഒരു സംശയം വന്നു കഴിഞ്ഞാൽ പിന്നെ ആ സംശയം നമുക്ക് മാറ്റാൻ പറ്റില്ല. അതുകൊണ്ട് പരമാവധി തെറ്റ് വരാതെ, രാജാവിന് സംശയം വരത്തക്ക രീതിയിൽ ഒന്നും തന്നെ ചെയ്യാതിരിക്കുക. അങ്ങനെ എന്തെങ്കിലും ഒരു സംശയം വരത്തക്ക രീതിയിൽ പ്രവർത്തിച്ചു കഴിഞ്ഞാൽ പിന്നെ എപ്പോഴും ആ തെറ്റ് ഇദ്ദേഹമായിരിക്കും ചെയ്തത് എന്നൊരു സംശയം വരും. അത് നമുക്ക് ഇന്നത്തെ കാലത്ത് എന്താണ്, നമ്മുടെ ഒഫീഷ്യൽ ഇതിലായാലും ശരി തന്നെ, ഒരു പ്രാവശ്യം ഒരാളുടെ പുറത്തൊരു കളവ് എന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ വീണ്ടും അയാൾ എടുത്തു, നമുക്ക് അയാൾ തിരിച്ചു കൊണ്ട് വയ്ക്കുകയും ചെയ്തു. പിന്നെ എപ്പോഴും നമുക്ക് തോന്നുന്നത് അയാളായിരിക്കും എടുത്തതെന്ന്. അതുപോലെ തന്നെയാണ് രാജാവിൻ്റെ അടുത്ത് നമ്മൾ നിൽക്കുമ്പോൾ, ആ പണി ചെയ്യുമ്പോൾ ഇങ്ങനെ വേണം പണി ചെയ്യാൻ എന്നാണ് ഈ കുറൾ പറയുന്നത്. ഓക്കെ, താങ്ക് യു മാം. കുറൾ 693. പോറ്റിൻ അരിയവൈ പോറ്റൽ കടുത്ത പിൻ തേറ്റുതൽ യാർക്കും അരുതു. കാക്കണം പിഴ വരാതരജന്റെ സംശയം പോക്കലെഴുതല്ലവ പിണഞ്ഞാൽ. കുറൾ രാജസേവ എന്ന് പറയുന്നുണ്ടെങ്കിലും കാലത്തിന് നിരക്കുന്ന മട്ടിൽ നമുക്ക് അധികാര സേവ എന്ന് വ്യവഹരിക്കാം. വിശ്വാസം ഒരിക്കൽ നഷ്ടപ്പെട്ടാൽ അത് വീണ്ടെടുക്കുക പ്രയാസകരമാണ്. തിരുക്കുറൾ ഭാഗം 2 അർത്ഥപ്രകരണം. അധികാരം 70 സർവീസ് ടു കിങ് രാജസേവ. കുറൾ 693 പറഞ്ഞിരിക്കുന്നത് പോലെ, ഒരാൾ എത്ര നല്ല പ്രവർത്തനം ചെയ്താലും അവൻ വിശ്വാസം നഷ്ടപ്പെടുത്തിയാൽ അവന്റെ വാക്കുകളിൽ ഒരിക്കലും വിശ്വസിക്കരുത്. ഭഗവത്ഗീതയിൽ കൗരവന്മാരുടെ വഞ്ചനാപരമായ പെരുമാറ്റം പാണ്ഡവരുടെ വിശ്വാസം തകർത്തു. അതിനാൽ യുദ്ധം അനിവാര്യമായി. ഒരിക്കൽ ദ്രോഹം സംഭവിച്ചാൽ സമാധാനം പോലും നിലനിൽക്കാൻ ബുദ്ധിമുട്ടാണ്. രാമായണത്തിൽ കൈകേയി രാമനോട് ചെയ്ത വഞ്ചന രഘുകുലത്തിലെ വിശ്വാസബന്ധം തകർത്തു. അവളുടെ മനസ്സിലെ സംശയവും വഞ്ചനയും അനന്തമായ ദുഃഖത്തിനും വേർപാടിനും കാരണമായി. അതുകൊണ്ട് രാജപ്രീതി ആഗ്രഹിക്കുന്ന മന്ത്രി അറിഞ്ഞോ അറിയാതെയോ തന്റെ ഭാഗത്തു നിന്ന് ഒരു പിഴ പോലും പറ്റാതെ സൂക്ഷിക്കേണ്ടതാണ്. രാജാവിന് എന്തെങ്കിലും ഒരു സംശയം തോന്നിപ്പോയാൽ പിന്നെ അത് മാറ്റുവാൻ സാധ്യമല്ല എന്ന് ഈ കുറൾ അനുശാസിക്കുന്നു. വിശ്വാസം സംരക്ഷിക്കുക ധർമ്മത്തിന്റെ ഭാഗമാണ്. കാരണം അത് നഷ്ടപ്പെട്ടാൽ ബന്ധങ്ങളും മാനവികതയും നിലനിൽക്കുകയേയില്ല. വിശ്വാസം നഷ്ടപ്പെട്ടാൽ അതിന് തിരിച്ചു കിട്ടുക അസാധ്യമാണ്. അതിനാൽ സത്യവും നിഷ്ഠയും പാലിക്കുക ധർമ്മത്തിന്റെ പ്രധാന തൂണാണെന്ന് ഈ കുറൾ അനുശാസിക്കുന്നു. താങ്ക് യു. Thank you, ma'am. Be cautious of errors causing distrust. Once trust is lost, regaining impossible for anyone. Tirukkural 693 states, if you would guard yourself, ward off grievous faults, for once suspicion is aroused, no one can easily clear it. This maxim strongly advises ministers and courtiers to meticulously avoid any significant errors
that could invite the ruler's distrust. The essence is that even a single major transgression can plant a seed of suspicion in the king's mind, which is almost impossible to eradicate. Suspicion acts like a deep fracture, even if seemingly covered. The structural integrity of the relationship is permanently compromised. Therefore, the highest form of self-protection is prevention by maintaining an unimpeccable conduct to ensure trust remains absolute. The story of King David, Bathsheba, and Uriah offers a poignant example of how a grievous moral fault irreparably shattered trust and consequence. David's initial error, adultery with Bathsheba, and the subsequent murder of her husband, Uriah, was a major moral and political transgression against God and man. 2 Samuel 11. Though God forgave David's sin upon his repentance, the consequences were irreversible. As the prophet Nathan proclaimed, the sword will never depart from your house. 2 Samuel 12:10. David's authority and personal life were permanently marred by public scandal and subsequent familial strife, illustrating that while forgiveness can heal the soul, the loss of public and political trust cannot be fully regained. Thank you. Over to Shanti. അടുത്തത് 694 കുറളാണ്. ചെവിച്ചൊല്ലും ചേർந்த നഖയും അവിത്തൊഴുകൽ ആണ്ട് പെരിയാറകത്ത്. അതായത് ഇപ്പൊ നമുക്ക് പല പാർലമെന്ററി വേർഡ്സ് എന്ന് പറയില്ലേ, അതുപോലെയാണ് നമ്മൾ ഒരു സഭാ നാഗരികം എന്ന് തമിഴിൽ പറയും. ഇപ്പോൾ ഒരു സഭയിലാണെങ്കിൽ ആ സഭയിൽ നമ്മൾ എങ്ങനെ നടക്കണം. ഇപ്പോൾ മിനിസ്റ്റേഴ്സ് ഒക്കെ ഇരിക്കുകയാണെങ്കിൽ നമ്മൾ അതിനൊരു പ്രോട്ടോക്കോൾ ഉണ്ടല്ലോ. മിനിസ്റ്റർ അടുത്ത് ആരിരിക്കണം, അടുത്തത് ആരാണ് വെൽക്കം ചെയ്യേണ്ടത്, ഇങ്ങനെ ചില പ്രോട്ടോക്കോൾസ് നമ്മൾ വെച്ചിട്ടുണ്ട്. ഈ റൂള് പോലെയാണ് അന്നേ തിരുവള്ളുവർ പറഞ്ഞിരിക്കുകയാണ്. ഒരു രാജാവിനോട് രാജ്യസഭയിൽ അല്ലെങ്കിൽ സദസ്സ് കൂടിയിരിക്കുന്ന സമയത്തോ രാജാവ് സംസാരിക്കുകയാണ്, അല്ലെങ്കിൽ രാജാവ് വേറൊരാൾ സംസാരിക്കുമ്പോൾ രാജാവ് അത് ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ വരുമ്പോൾ ചെവിച്ചൊല്ലും ചേർന്ന നഖയും, ചെവിച്ചൊല്ലെന്ന് പറഞ്ഞാൽ കുശുകുശുക്കുക, അതായത് അടുത്ത് നിൽക്കുന്ന ആളുമായിട്ട് ചെവിയിൽ പോയി ചെവി കടിക്കുക എന്ന് പറയില്ലേ. അതായത് നമുക്കിപ്പോൾ നമ്മൾ ഇഷ്ടപ്പെട്ട കാര്യമായിരിക്കാം, അല്ലെങ്കിൽ ഇഷ്ടമല്ലാത്ത കാര്യമായിരിക്കാം. എന്തെങ്കിലും നമ്മളൊന്ന് കേട്ട് കഴിഞ്ഞാൽ നമ്മൾ ഉടൻ തന്നെ എന്ത് ചെയ്യും, പാസ് ചെയ്യും. അപ്പോൾ തൊട്ടടുത്ത് നിൽക്കുന്ന ആളുമായിട്ട് നമ്മൾ എന്തെങ്കിലുമൊക്കെ കുശുകുശുക്കുന്നുണ്ട്. അപ്പം അങ്ങനെ അതുപോലെ കുശുകുശുക്കുന്നതും ചേർന്ന നഖയും, അത് ഇങ്ങനെ പറയുന്നത് മാത്രമല്ല ചിരിക്കുക. അതായത് അതിനെ പറയുന്ന ആള് പറഞ്ഞു കഴിഞ്ഞാൽ ചിലപ്പോൾ ചിരിക്കാനുള്ള സംഭവമായിരിക്കാം. അപ്പൊ ആ സംഭവം ആണെങ്കിൽ പോലും അപ്പോൾ തന്നെ ആ സഭയിൽ വെച്ച് തന്നെ സംസാരിക്കരുത്, ചിരിക്കരുത്. ചേർந்த നഖയും അവിത്തൊഴുകൽ ആന്റെ പെരിയാറകത്ത്, അതായത് അങ്ങനെയുള്ള സംഭവങ്ങളൊന്നും തന്നെ ചെയ്യരുത്. അതും എങ്ങനെയാവണം, ഈ ആന്റെ പെരിയാറകത്ത് എന്ന് പറഞ്ഞാൽ, ആന്റെ എന്ന് പറഞ്ഞാൽ വലിയവരൊക്കെ ഉള്ള ആ സദസ്സിൽ ഇങ്ങനെ ചിരിക്കരുത്. കാരണം അവരെ അപമാനിക്കുന്നതിന് തുല്യമാണ്. നമ്മളിപ്പോൾ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന നമുക്കെതിരെ നിന്ന് ഒരാൾ നമ്മളോട് സംസാരിക്കുകയാണ്. അപ്പോൾ നമ്മൾ അത് ശ്രദ്ധിക്കുക. തൊട്ടടുത്ത് നിൽക്കുന്ന ആൾ അത് ശ്രദ്ധിക്കണമെന്നില്ല, പക്ഷെ അങ്ങനെയല്ല, അത് ശ്രദ്ധിക്കണം. ഇനി ശ്രദ്ധിച്ചില്ലെങ്കിൽ പോലും കുഴപ്പമില്ല, അതിൻ്റെ തൊട്ടടുത്ത് നിൽക്കുന്ന ആളെടുത്ത് ചെവിയിൽ എന്തെങ്കിലും പറഞ്ഞ് ചിരിക്കുകയോ അല്ലെങ്കിൽ രഹസ്യം പറയുന്നത് പോലെ പറയുകയോ ചെയ്യരുത്. അത് വളരെ മോശമായ ഒരു പ്രവൃത്തിയാണ്. അതുകൊണ്ടാണ് അത് എപ്പോഴും നല്ലതല്ല. അത് പ്രത്യേകിച്ച് രാജ്യസഭയിലോ രാജാവിൻ്റെ മുമ്പിൽ വെച്ചോ രാജാവ് സംസാരിക്കുമ്പോഴോ ആ സദസ്സിൽ വേറെ ആരെങ്കിലും സംസാരിക്കുന്ന ഒരു സദസ്സാണെങ്കിൽ പോലും അങ്ങനെ ചെയ്യരുത്. അത് വളരെ മോശമായ ഒരു പ്രവൃത്തിയാണ്.
പ്രവൃത്തിയാണ് എന്നാണ് ഈ പറയുന്നത്. കാരണം ഓരോ പ്രവൃത്തിയും അവന് മോശമായ ഒരു അതിൻ്റെ ഫലം എന്ന് പറയുന്നത് മോശമായിരിക്കും. അതുകൊണ്ട് തന്നെയാണ് ഈ രാജാവിൻ്റെ കീഴിൽ ജോലി ചെയ്യുന്ന ആരായാലും, അതിന് മന്ത്രിയോ അല്ലെങ്കിൽ അതിന് താഴെ ജോലി ചെയ്യുന്നവരായാലും, പണിക്കാർ, ഏത് പണിക്കാരായാലും നമ്മളത് ഫോളോ ചെയ്യണം എന്നുള്ളതാണ് ഈ കുറളിൽ പറഞ്ഞിരിക്കുന്നത്. ഓക്കെ, താങ്ക് യു. താങ്ക് യു. കുറൾ 694, അധികാരം 70. മന്ത്രി രാജാവിനോട് എങ്ങനെ ഇടപഴകണം എന്നുള്ളതാണ് ഈ കുറളിൽ പറയുന്നത്. ചെവിച്ചൊല്ലും ചേർந்த നഗയും അവിത്തൊഴുകൽ ആൻഡപെരിയാരകത്തു, ചെവിച്ചേർന്നു ചൊല്ലലും അതിനൊത്തു ഗൂഢമാം ചിരിയും ഉദരജന്റെ മുന്നിൽ. മന്നന്റെ സാന്നിധ്യം അറവു ചെവിയോതൊല്ല ഗൂഢമായ ഹാസവും ശങ്കയ്ക്കിടവരും. എന്നുവെച്ചാൽ രാജാവിന്റെ അടുത്ത് വെച്ച് രഹസ്യ സംഭാഷണം, മറ്റുള്ളവരുമായി അടക്കം പറയുക, അത് രാജാവിനെ നിന്ദിക്കുന്നതിന് തുല്യമാണ്. രഹസ്യ സംഭാഷണം പാടില്ല. ഗൂഢമായ പരിഹാസ ചിരി, നമുക്ക് ചിരിക്കാനുള്ള കാരണമാണ് വന്നത്, അങ്ങനെയാണെങ്കിൽ പോലും ചിരിക്കാൻ പാടില്ല. അതൊരു പരിഹാസത്തിന്റെ കാരണമായി രാജാവിന് തോന്നും. അത് അരുതാത്തതാണ്. പരിഹാസ ചിരിയും പാടില്ല. ഇവ രണ്ടും ഉണ്ടായിരുന്നാൽ മന്നന് തന്നിൽ ശങ്കയ്ക്കിടവരും. അങ്ങനെ ചെയ്യുന്നതായാൽ അത് രാജാവിന്റെ അപ്രീതിക്ക് പാത്രമാകും. ഒരിക്കൽ വിശ്വാസം നഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ പിന്നെ അത് തിരിച്ചെടുക്കാൻ പ്രയാസമായിരിക്കും. രാജാവിന്റെ സാന്നിധ്യത്തിൽ രാജസേവകൻ രഹസ്യ സംഭാഷണം നടത്തരുത് എന്നാണ്. പരിഹാസ രൂപേണയുള്ള ചിരിയും സംഭാഷണവും പാടില്ല. ഇവയൊക്കെ രാജാവിൽ മന്ത്രിയോടും രാജസേവകർ ഉൾപ്പെടെയുള്ള അവരുടെ പ്രവർത്തനങ്ങളിൽ അവിശ്വാസം ഉളവാക്കാൻ കാരണമായി തീരും. അങ്ങനെ രാജാവിന്റെ അപ്രീതിക്ക് പാത്രമാകും എന്നാണ് പറയുന്നത്. അതുകൊണ്ട് രാജാവിനോട് എപ്പോഴും ബഹുമാന പുരസ്സരം ഇടപഴകുക. മന്ത്രി രാജാവിനോട് ബഹുമാന പുരസ്സരം ഇടപഴകുക. ചെവിച്ചൊല്ലും ചേർந்த നഗയും അവിത്തൊഴുകൽ ആൻഡപെരിയാർ അകത്തു. കുറൾ 694. താങ്ക് യു. Secrets on earth, those sing near and laugh mockingly afterwards in front of elders. കുറൾ 695. 695 കുറൾ. എപ്പൊരുളും ഓരാർ தொடரார் മറ്റപ്പൊരുളை വിട്ടക്കാൽ കേൾക്കമറൈ. അതായത് ഇപ്പോ ചില സമയത്ത് ചിലർക്ക്, അത് പൊതുവേ നമ്മുടെ മനുഷ്യർക്കുള്ള ഒരു സ്വഭാവമാണ്, ആരെങ്കിലും എന്തെങ്കിലും സംസാരിച്ചുകൊണ്ടിരിക്കുകയാണെങ്കിൽ അത് എന്താണ് എന്ന് അറിയണം എന്നുള്ള ഒരു ആകാംക്ഷ. ആ ആകാംക്ഷ എവിടെ പോയാലും നമുക്കത് മാറില്ല. അത് എത്ര എഡ്യൂക്കേറ്റഡ് പേഴ്സൺ ആയാൽ പോലും ആ ഒരു ആകാംക്ഷ ഉണ്ട്. കാരണം നമ്മളിപ്പോൾ അവരെന്താണ്, നമ്മളെക്കുറിച്ചാണോ സംസാരിച്ചത് എന്നൊരു തോന്നൽ നമുക്കുണ്ട്. ഇനി നമുക്ക് അറിയണം എന്നുള്ള ആഗ്രഹമാണെങ്കിൽ പോലും നമ്മൾ എന്ത് ചെയ്യും? ചിലരാണെങ്കിൽ ആ ആഗ്രഹം മനസ്സിൽ വെച്ചുകൊണ്ട് ചോദിക്കാറില്ല. പക്ഷെ ചിലരെന്ത് ചെയ്യും? അത് എന്താണ് ഏതാണ് എന്ന് ചകഞ്ഞ് ചോദിക്കും. അങ്ങനെ പാടില്ല എന്നുള്ളതാണ് ഈ കുറളിൽ പറയുന്നത്. എപ്പൊരുളും ഓരാർ, അതായത് ചില സമയത്ത് രാജാവ് മന്ത്രിയോട് പോലും പറയാത്ത ചില രഹസ്യങ്ങൾ കാണും. അത് ചിലപ്പോൾ ഒറ്റർ എന്ന് പറയുമല്ലോ, അവരോടായിരിക്കും ഈ കാര്യങ്ങളൊക്കെ ചർച്ച ചെയ്യുക. അവർ വന്ന് രാജാവിനോട് പറഞ്ഞിരിക്കും. രാജാവ് ഈ കാര്യങ്ങൾ പുറത്താരോടും പറയേണ്ട ആവശ്യമില്ല എന്നുള്ളത് കൊണ്ട് ആ ഒറ്റനുമായി സംസാരിച്ച് ഒറ്റനങ്ങ് പറഞ്ഞു വിടും. എന്നാൽ ഇത് കേട്ടുകൊണ്ടിരിക്കുന്നത് അതിനെ ആ രാജാവും ഒറ്റനുമാണ് സംസാരിക്കുന്നത് എന്ന് പറഞ്ഞു കഴിഞ്ഞാലും മന്ത്രി എണീറ്റ് പോകണം. അല്ലെങ്കിൽ പോയാൽ പോലും ഒട്ട് കേൾക്കരുത്. ഒട്ട് കേൾക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓരാർ തുടരാർ മറ്റപ്പൊരുളை, അതായത് ഓരാർ എന്ന് പറഞ്ഞാൽ ഒളിഞ്ഞിരുന്ന് പതുങ്ങിയിരുന്ന് കേൾക്കരുത്. ഇനി അത് കേൾക്കുക മാത്രമല്ല, അതിനെ അദ്ദേഹം പറഞ്ഞു വിട്ട് കഴിഞ്ഞു.
പിന്നെ വന്നിട്ട് രാജാവുമായി സംസാരിക്കുമ്പോൾ അവിടെ വന്നിരുന്ന് എന്താണ് സംസാരിച്ചത് എന്ന് ചെകഞ്ഞ് വീണ്ടും ചോദിക്കരുത്. അങ്ങനെ കേൾക്കുകയാണെങ്കിൽ അത് രാജാവ് സ്വയം പറയുകയാണെങ്കിൽ അത് കേൾക്കുക. അല്ലാതെ അത് എന്താണ് വിഷയം എന്ന് അറിയാനുള്ള ആഗ്രഹം കൊണ്ട് വീണ്ടും വീണ്ടും ചോദിച്ച് അത് പറയാൻ ആഗ്രഹിക്കാത്ത വിഷയങ്ങളായിരിക്കാം ചിലപ്പോൾ. അപ്പൊ അത് വീണ്ടും ചോദിക്കരുത്. അങ്ങനെ ചോദിക്കുന്നത് അത് ചിലപ്പം രാജാവിന് രഹസ്യങ്ങളായിരിക്കും, അത് ചോദിക്കാൻ പാടില്ല. അത് ചെയ്യുകയാണെങ്കിൽ അത് ആ മന്ത്രിക്കോ അല്ലെങ്കിൽ മന്ത്രിയുടെ താഴെയുള്ള ആർക്കായാലും അത് ഒരു അപകീർത്തിയാണ്, നല്ലതല്ല. കാരണം അവരുടെ ക്യാരക്ടറെ വരെ അത് ബാധിക്കുന്ന ഒരു സംഭവമാണ്. ഇപ്പോഴും നമ്മൾ ഇന്നത്തെ കാലത്തുള്ള മനുഷ്യരായാൽ പോലും ചില കുടുംബങ്ങളിൽ ഈ പ്രശ്നങ്ങൾ നടക്കാറുണ്ട്. കുടുംബത്തിന്റെ അകത്ത് തന്നെ ഇത് നടക്കാറുണ്ട്. കാരണം ചിലപ്പോൾ അമ്മായിയമ്മയും മൂത്ത മരുമോളും സംസാരിച്ചിരിക്കും. ഇളയ മരുമോൾക്ക് തോന്നും നമ്മളെ കുറിച്ചായിരിക്കും പറയുന്നതെന്ന്. അല്ലെങ്കിൽ ഇളയ ആൾക്ക് എന്ത് തോന്നും, ഈ മൂത്ത മരുമകൾ പോയതിന് ശേഷം ഒന്നുകിൽ മരുമകളുടെ അടുത്തായിരിക്കും ചോദിക്കുന്നത്, അല്ലെങ്കിൽ അമ്മായിയമ്മയുടെ അടുത്തായിരിക്കും പോയി ചോദിക്കുന്നത്. ഇത് തന്നെയായിരിക്കും കുടുംബ കലഹത്തിലുണ്ടാവുന്നത്. മാത്രമല്ല ഇങ്ങനെ ചോദിക്കുന്നത് കൊണ്ട് ആ ചോദിച്ച ആളിനോട് നമുക്കുള്ള മതിപ്പ് പോകും. അത് തന്നെയാണ് ഇവിടെയും പറഞ്ഞിരിക്കുന്നത്. രാജാവിനോട് ചെന്ന് ഇതെന്താണ് എന്ന് ചകഞ്ഞ് അത് ചിലർ ഭയങ്കര സാമർത്ഥ്യമാണ്, അവർ ഡയറക്റ്റ് അത് എന്താണെന്ന് ചോദിക്കില്ല. പക്ഷേ ആ ആൻസർ കിട്ടുന്നത് വരെ മറ്റു കാര്യങ്ങളിലൂടെ അത് ഇൻഡയറക്റ്റ് ആയിട്ട് ചോദിച്ച് ആൻസറിലേക്ക് എത്തിക്കാൻ ശ്രമിക്കും. അപ്പൊ അതുപോലെ ആവരുത്. ഇത് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ മനോന്മണീയത്തില് കുടിലൻ ഇങ്ങനെയുള്ള ഒരുത്തനാണ്. അയാൾ എന്ത് ചെയ്യുന്നു വെച്ചാൽ രാജാവ് ആരോടെങ്കിലും, അത് സുന്ദര മുനിവർ എന്ന് പറഞ്ഞ ഒരാളുണ്ട്, അത് ആ കഥയിൽ വരുന്ന ഒരു ക്യാരക്ടറാണ്. അദ്ദേഹത്തിനോട് ചെന്ന് അദ്ദേഹവും രാജാവും സംസാരിക്കുന്നത് ഒളിച്ചിരുന്ന് കേട്ടത് മാത്രമല്ല തിരിച്ചു വന്ന് ജീവകന്റെ വായിൽ നിന്ന് തന്നെ ആ ആൻസർ കിട്ടുന്നത് വരെ കുടിലൻ ഓരോ കാര്യങ്ങൾ പറഞ്ഞു പോവുകയാണ്. അപ്പം കറക്റ്റ് ഈ കുറളിന് ആ കുടിലന്റെ എക്സാമ്പിൾ നമുക്ക് എടുക്കാം. അപ്പം ഈ 695 കുറൾ ഇതാണ് പറയുന്നത്. ഓക്കെ, താങ്ക് യു. താങ്ക് യു മാം. തിരുക്കുറൾ ഭാഗം 2 അർത്ഥപ്രകരണം, അധികാരം 70, കുറൾ 695. തിരുവള്ളുവർ ഒരു മന്ത്രിയിൽ ഉണ്ടായിരിക്കേണ്ട ഗുണങ്ങൾ പലപ്പോഴായിട്ട് പറയുന്നുണ്ട്. അവ ഇവയൊക്കെയാണ്: സത്യസന്ധത, സുതാര്യത, ആശയവിനിമയ തന്ത്രം, സ്വയം അവബോധം, ആത്മാർത്ഥമായ നന്ദി, പഠനത്തിലെ ചടുലത, സ്വാധീനം, സഹാനുഭൂതി, കറേജ്, റെസ്പെക്റ്റ്ഫുൾ ആറ്റിറ്റ്യൂഡ് തുടങ്ങിയവയൊക്കെ അദ്ദേഹം ഒരു മന്ത്രിക്ക് വേണ്ടതായ ഗുണഗണങ്ങളിൽ പലപ്പോഴായി പറയുന്നുണ്ട്. അതിനോടൊപ്പം തന്നെ കൂട്ടിച്ചേർക്കേണ്ട ഒരു സ്വഭാവമാണ് രഹസ്യങ്ങൾ കേൾക്കാൻ ശ്രമിക്കാതിരിക്കുക, അത് പറയാത്തിടത്തോളം കാലം. ഈ കുറൾ 695 നോക്കുകയാണെങ്കിൽ, എപ്പൊരുളും ഓരാർ തുടരാർ മറ്റ പൊരുളൈ വിട്ടക്കാൽ കേൾക്ക മറൈ. നൃപതിയുടെ രഹസ്യങ്ങൾ ഉറ്റു കേൾക്കായിക, കേട്ടറിയായിക, കേൾക്ക കൽപ്പിച്ചാൽ. രാജാവ് മറ്റ് ആരോടെങ്കിലും അതീവ രഹസ്യമായി പറയുന്ന കാര്യങ്ങൾ എന്ത് തന്നെ ആയാലും അതിൽ ഒന്നുപോലും ചെവി കൊടുത്ത് ശ്രദ്ധിക്കുവാൻ ശ്രമിക്കരുത്. അത് എന്തായിരുന്നു എന്ന് രാജാവിനോട് പിന്നീട് ചോദിച്ചറിയാനും മുതിരരുത്. ആ രഹസ്യത്തെ അത് എന്തായിരുന്നു എന്ന് രാജാവ് തന്നെ സ്വയം വെളിപ്പെടുത്തുന്ന പക്ഷം കേൾക്കുക. രാജാവ് മറ്റൊരാളുമായി എന്തെങ്കിലും രഹസ്യ സംഭാഷണങ്ങളിൽ ഏർപ്പെടും. അങ്ങനെയുള്ള അവസരത്തില് അവിടെ ചുറ്റിപ്പറ്റി നിന്ന് അത് എന്താണെന്ന് ചെവിയോർത്ത് അറിയാൻ ശ്രമിക്കുന്നത് ഒരു മന്ത്രിയെ സംബന്ധിച്ചിടത്തോളം നല്ല സ്വഭാവമല്ല. അതുപോലെ തന്നെ അതിനുശേഷം ആ സംസാരിച്ച ആൾ പോയതിനു ശേഷം രാജാവിനെ നിരന്തരം പിന്തുടർന്ന് അതെന്തായിരുന്നു എന്ന് ചോദിക്കുന്നതും അനുചിതമാണ്. കാരണം അതൊക്കെ രാജാവിന്റെ വ്യക്തിപരമായ സ്വാതന്ത്ര്യത്തിൽപ്പെടുന്നു. മന്ത്രിക്ക് അതിലൊന്നും തലയിടേണ്ട ആവശ്യമില്ല. ആവശ്യമുള്ളത് രാജാവ് അപ്പോൾ തന്നെ മന്ത്രിയെ അറിയിക്കുകയും അതനുസരിച്ച് മന്ത്രി പ്രവർത്തിക്കുകയും ചെയ്യുന്നുണ്ട്. അപ്പോൾ പിന്നെ രാജാവിന്റെ മറ്റു കാര്യങ്ങളിൽ, അദ്ദേഹത്തിന്റെ വ്യക്തിപരമായ കാര്യങ്ങളിൽ ഇടപെടുന്നത് അനുചിതമെന്ന് പറയുന്നു. അതുപോലെ തന്നെ രാജാവ്
ആ രഹസ്യം സ്വയം വെളിപ്പെടുത്തുകയാണെങ്കിൽ കേൾക്കുക, മനസ്സിലാക്കുക, അത്രയേ ഉള്ളൂ. ഇത് തന്നെയാണ് നമ്മുടെ സാധാരണ ജീവിതത്തിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. രണ്ടുപേർ തമ്മിൽ പറയുന്ന, സ്വരം താഴ്ത്തി പറയുന്ന രഹസ്യ കാര്യങ്ങൾ അത് വളരെ കൗതൂഹലത്തോടു കൂടി അത് ശ്രദ്ധിക്കുകയും മറഞ്ഞു നിന്ന് കേൾക്കുകയും അതനുസരിച്ച് പിന്നീട് പ്രവർത്തിക്കുകയും ഒക്കെ ചെയ്യുന്ന സ്വഭാവം സാധാരണ മനുഷ്യർ കാണുകയും അത് ഒത്തിരി കലഹങ്ങൾക്ക് കാരണമാകുകയും ചെയ്യുന്നുണ്ട്. അപ്പം ഇത് രാജാവും മന്ത്രിയും ആയിക്കോട്ടെ, ഒരു കുടുംബ അന്തരീക്ഷത്തിലായിക്കോട്ടെ, ഒരു ഓഫീസിലായിക്കോട്ടെ, എവിടെയാണെങ്കിലും ഇത്തരം രഹസ്യ സ്വഭാവമുള്ള കാര്യങ്ങൾ നമ്മളോട് പറയാതെ ഇരിക്കുന്നിടത്തോളം കാലം നമ്മൾ അതിൽ തലയിടാതിരിക്കുക. അത് നമ്മുടെ ആരോഗ്യത്തിന് നല്ലത് തന്നെയാണ് എന്നാണ് ഈ കുറളിലൂടെ തിരുവള്ളുവർ ഓർമ്മിപ്പിക്കുന്നത്. കുറൾ 695. എപ്പൊരുളും ഓരാർ തുടരാർ മറ്റപ്പൊരുളൈ വിട്ടക്കാൽ കേൾക്ക മറൈ. നൃപതിയുടെ രഹസ്യങ്ങൾ ഉറ്റു കേൾക്കായിക, കേട്ടറിയായിക, കേൾക്ക കൽപ്പിച്ചാൽ. ഓവർ. താങ്ക് യു സർ. Never hide and overhear when secret is told. Don't inquire about it. Know only when it is revealed. Kurul 696. കുറൾ 696. குறிப்பறிந்து காலம் கருதி வெறுப்பில வேண்டுப வேட்பச்செலல் சொலல் சாரி குறிப்பறிந்து കാലം കരുതി വെറുപ്പില വേണ്ടുപ വേട്പ ചൊലൽ. അതായത് ഇപ്പൊ നമുക്ക് രാജാവിൻ്റെ അടുത്ത് നിന്ന് എന്തെങ്കിലും കാര്യം സാധിക്കണം, അല്ലെങ്കിൽ രാജാവിനോട് എന്തെങ്കിലും നമുക്ക് കാര്യങ്ങൾ പറയാനുണ്ട്. അപ്പൊ നമ്മൾ അത് അവതരിപ്പിക്കണമെങ്കിൽ അതിൻ്റെ അവസരം നോക്കി നമ്മൾ പറയണം. അപ്പോൾ രാജാവ് ഒരു എന്തെങ്കിലും കാരണവശാൽ ഏതെങ്കിലും ഒരു മനസ്സിൽ വേറെ എന്തെങ്കിലും ദേഷ്യം ഉണ്ടാവാം, അല്ലെങ്കിൽ എന്തെങ്കിലും പെട്ടെന്ന് പോണം എന്നുള്ളത് ആയിരിക്കാം. അപ്പൊ അങ്ങനെ പറയുമ്പോൾ അത് നമ്മൾ ഉദ്ദേശിച്ചതുപോലെ കാര്യങ്ങൾ നടക്കത്തില്ല. അപ്പൊ അതിന് ഒരു എക്സാമ്പിൾ ഞാൻ പറയാം. ചിലപ്പതികാരത്തിൽ വരുന്ന, ചിലപ്പതികാരം നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്ന ഒരു കാവ്യമാണ്. ചിലപ്പതികാരത്തിൽ അവസാനത്തെ ഘട്ടത്തിൽ വരുന്ന ആ കോവലനെ കൊല്ലുന്ന, അതിന് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ കോവലനെ കൊണ്ടുവാ എന്ന്, അതായത് പാണ്ഡ്യ രാജാവ് തൻ്റെ പത്നിയായ രാജമാദേവിയുടെ അടുത്ത് മാദേവി വന്നിട്ട് കൊച്ചു പിണങ്ങിയിരിക്കുക. കാരണം മാദേവി സ്വപ്നങ്ങൾ കണ്ട് പേടിച്ചിരിക്കുമ്പോഴാണ് ആ ദേഷ്യം മാറ്റാൻ വേണ്ടിയിട്ട് രാജാവ് ആ മാദേവിയുടെ കൂടെ പോകുന്ന സമയത്താണ് ഈ എന്താണ് ഈ ആശാരിപ്പണി ചെയ്യുന്ന തട്ടാൻ വന്ന് പറയുന്നത്, ഇങ്ങനെ സംഭവിച്ചു, ഈ രാജ്ഞിയുടെ ചിലമ്പ് മോഷ്ടിച്ചുകൊണ്ട് പോയ ആളിനെ ഞാൻ കണ്ടെത്തി, ആ കള്ളൻ എൻ്റെ കൂടെ ഉണ്ട് എന്ന് പറഞ്ഞപ്പോൾ രാജാവ് ഒന്നും ആലോചിച്ചില്ല, പെട്ടെന്ന് പറഞ്ഞു കൊണ്ടുവാ എന്ന് പറയുന്നതിന് പകരം കൊണ്ടുവാ എന്ന് പറഞ്ഞു. അപ്പൊ കൊണ്ടുവാ എന്നതും കൊണ്ടുവാ എന്നതിലും ഒരു ചെറിയൊരു മിസ്റ്റേക്കേ ഉള്ളൂ. അപ്പൊ അതുകൊണ്ട് ഇങ്ങനെ ഒരു രാജാവ് ഒന്നും ആലോചിക്കാതെ പറഞ്ഞു. കാരണം ആ സന്ദർഭം ശരിയല്ല ഇദ്ദേഹം പോയി പറഞ്ഞത്. കാരണം അത് ആർക്ക് ശരിയായിരുന്നു? ആ തട്ടാന് ശരിയായിരുന്നു. കാരണം തട്ടാൻ കള്ളമാണ് ചെയ്യുന്നത്. അപ്പൊ തട്ടാൻ ഇങ്ങനെ ഒരു സന്ദർഭത്തിൽ പറഞ്ഞാൽ മാത്രമേ അവന് കാര്യം സാധിച്ചെടുക്കാൻ പറ്റൂന്ന് അറിയും. അതുകൊണ്ടാണ് അവൻ ഓടിച്ചെന്ന് ഈ കാര്യം ഇങ്ങനെ പറഞ്ഞത്. പക്ഷേ ആ സന്ദർഭം രാജാവിന് സമയം ശരിയല്ലായിരുന്നു. അതുകൊണ്ടാണ് രാജാവ് കൊണ്ടുവാ എന്ന് പറഞ്ഞത്. അപ്പൊ അതുപോലെ നമ്മൾ രാജാവിൻ്റെ മനസ്സറിയണം, ഏത് സന്ദർഭത്തിൽ വേണം ഇത് നമ്മൾ അവതരിപ്പിക്കാൻ എന്നതൊക്കെ നോക്കി വേണം പറയാൻ. അത് കുറിപ്പറിந்து കാലം കരുതി. കുറിപ്പ് എന്ന് പറഞ്ഞാൽ രാജാവിൻ്റെ മനസ്സെന്താണ്, ഇപ്പൊ മാനസികാവസ്ഥ ശരിയാണോ, ഈ പറയാനുള്ള സന്ദർഭമാണോ എന്നറിയണം. കാലം കരുതി. കാലം എന്ന് പറഞ്ഞാൽ സമയം, ഏത് സമയത്ത് പറയാം. രാജാവ് ഇപ്പൊ ധൃതിയിൽ എന്തെങ്കിലും വേറെന്തെങ്കിലും ഒരു സദസ്സ് ആരംഭിക്കാൻ പോകുന്നു, ആ സമയത്ത് പോയി പറയരുത്. അങ്ങനെ ആ കാലം കരുതി വെറുപ്പിലെ വേണ്ടുവ വേട്പച്ചൊലൽ. ഇനി അത് മാത്രമല്ല, രാജാവിനെ ഇഷ്ടക്കേട് വരാത്ത രീതിയിൽ അത് അവതരിപ്പിക്കണം. അതിലാണ് നമ്മുടെ മിടുക്കുള്ളത്. അപ്പം ഒരു ആവശ്യം നിറവേറ്റണമെങ്കിൽ നമ്മൾ ഏത് തരത്തിലാണ് സംസാരിക്കുന്നത്. നമ്മുടെ ചിലർ കേൾക്കാം, അവർ പറയുന്ന രീതിയിൽ പറഞ്ഞ് അവതരിപ്പിക്കേണ്ട രീതിയിൽ അവതരിപ്പിച്ച കാര്യം സാധിക്കും. ചിലരാണെങ്കിൽ
പെട്ടെന്ന് സാധിച്ചുകൊണ്ട് വരുന്ന കാര്യങ്ങൾ പോലും അവതരണം ശരിയല്ലാത്തത് കൊണ്ട് അത് നടക്കാതെ പോവാം. അപ്പൊ അതുകൊണ്ടാണ് ഇതിൽ എടുത്തു പറയുന്നത് പറയേണ്ട രീതിയിൽ വേണ്ടുമ്പോ വേട്പച്ചൊല്ലൽ. വേട്പച്ചൊല്ലൽ എന്ന് പറഞ്ഞാൽ രാജാവിന് ഇഷ്ടപ്പെടുന്ന രീതിയിൽ, വേട്പ എന്ന് പറഞ്ഞാൽ ഇഷ്ടപ്പെടുന്ന ആ രീതിയിൽ പറയണം എന്നതാണ് ഈ കുറളിൽ പറയുന്നത്. ഓക്കെ, താങ്ക് യു. താങ്ക് യു മാം. കുറൽ 696. കുറിപ്പറിന്തു കാലം കരുതി വെറുപ്പില വേണ്ടുപ വേട്പ ചൊലൽ മനമറിഞ്ഞ അവസരം പാർത്തനിഷ്ടം പെടാത്തളവു ഹിതമോർത്തു ചൊല്ലേണം. മനമറിഞ്ഞ അവസരം പാർത്തനിഷ്ടം പെടാത്തളവു ഹിതമോർത്തു ചൊല്ലേണം. മധുരമായ വാക്കുകൾ പറയാൻ കഴിയുമ്പോൾ വേദനിപ്പിക്കുന്ന വാക്കുകൾ പറയുന്നത് പാകമായ പഴം ലഭിക്കുമ്പോൾ കായ തിന്നുന്നത് പോലെയാണ്. ഒരു വ്യക്തി പറയുന്നത് കേൾക്കുന്നവരുടെ മനോഭാവം, സാഹചര്യങ്ങൾ, സമയം ഇവയൊക്കെ മനസ്സിലാക്കിയായിരിക്കണം. സത്യം പറഞ്ഞാലും അത് സ്നേഹത്തോടെ, യുക്തിയോടെ പറഞ്ഞാൽ മാത്രമേ മനസ്സിലാക്കപ്പെടൂ. വെറുപ്പ് സൃഷ്ടിക്കാതെ സത്യവും സൗഹൃദവും സംരക്ഷിക്കുന്ന വാക്കുകളായിരിക്കണം നാം സംസാരിക്കേണ്ടത്. ഭഗവത്ഗീതയിൽ ശ്രീകൃഷ്ണൻ അർജുനനോട് യുദ്ധത്തിന്റെ ധർമ്മം പറഞ്ഞത് കോപത്തോടെയല്ല, സ്നേഹത്തോടും മനസ്സിലാക്കാനുള്ള ഭാഷയിലുമായിരുന്നു. പ്രിയ വാചനങ്ങൾ വഴി അദ്ദേഹം പ്രിയ അർജുനനെ ബോധ്യപ്പെടുത്തി എന്ന് നമുക്ക് കാണാം. രാമായണത്തിൽ ഹനുമാൻ സീതാദേവിയോട് സന്ദേശം പറയുമ്പോഴോ ആദ്യം ഭയമകറ്റാൻ മൃദുവായ വാക്കുകളാണ് ഉപയോഗിച്ചത്. അതുവഴി അവളുടെ മനസ്സിൽ വിശ്വാസവും ധൈര്യവും പുനഃസ്ഥാപിച്ചു. വാക്കുകൾ സത്യമായിരിക്കട്ടെ, പക്ഷെ അതിന് സ്നേഹത്തിന്റെ മാധുര്യം ചേർന്നിരിക്കണം. പറയേണ്ടത് എന്ത്, എപ്പോഴാണ് പറയേണ്ടത്, എങ്ങനെ പറയണം, അതാണ് സംസാരത്തിന്റെ കല. കുറൽ 696 പറയുന്നത് മന്ത്രി തനിക്ക് ഉണർത്തിക്കുവാനുള്ള കാര്യങ്ങൾ വളരെ ശ്രദ്ധിച്ച് അരജനോട് ഉണർത്തിക്കാവൂ. ആദ്യമായി അത് കേൾക്കാനുള്ള മനസ്സ് അപ്പോൾ രാജാവിന് ഉണ്ടോ എന്ന് മനസ്സിലാക്കണം. യോജിച്ച സന്ദർഭം കണ്ടെത്തണം. രാജാവിന് നീരസം തോന്നാത്ത വിധത്തിലും കൂടുതൽ ഇഷ്ടം തോന്നുമാറും നയത്തോടെ വേണ്ട കാര്യങ്ങൾ മാത്രം ഉണർത്തിക്കണം. ഇതൊന്നും കണക്കിലെടുക്കാതെയാണ് എന്തെങ്കിലും പറയുന്നതെങ്കിലോ അത് ഫലിക്കുകയില്ല, മറിച്ച് ഫലം വിപരീതമാവുകയും ചെയ്യും. ഇതാണ് കുറൽ 696 വിഭാവനം ചെയ്യുന്നത്. താങ്ക് യു. Without creating hatred, suiting situations, learning listeners' mentality must be told lovable matters in lovable manner. Kural 697. 697 കുറളാണ്. വേട്പന ചൊല്ലി വിനയില എഞ്ഞാണ്ടും കെട്പിനും ചൊല്ലാവിടൽ. ഇത് രാജാവിനോട് എന്തൊക്കെ കാര്യങ്ങൾ പറയണം പറയണ്ട എന്നുള്ളതാണ്. ചില കാര്യങ്ങൾ നമ്മൾ ചിലപ്പോൾ നമ്മൾ പറയുന്നത് രാജാവ് ശ്രദ്ധിച്ചില്ലെന്ന് വരും. കാരണം രാജാവിന് നമ്മളോടുള്ള ഒരു അടുപ്പം കാരണം വീണ്ടും അത് ശ്രദ്ധിക്കാം എന്നതായിരിക്കും. പലപ്പോഴും നമ്മളിപ്പോൾ മേലുദ്യോഗസ്ഥരോട് ചില കാര്യങ്ങൾ നമ്മൾ സൂചിപ്പിക്കാറുണ്ട്. അപ്പോൾ ആ സൂചന ചില സമയത്ത് നമ്മൾ എന്താണ് പറയുന്നതെന്ന് ശ്രദ്ധിക്കാതെ മേലുദ്യോഗസ്ഥർ വീണ്ടും നമ്മളോട് ചോദിക്കാം, അയ്യോ ഇത് പറഞ്ഞിരുന്നു. അപ്പൊ നമ്മൾ പറയും, ഞാനിത് പറഞ്ഞിരുന്നല്ലോ എന്ന് പറയും. പക്ഷെ അദ്ദേഹം അത് കേട്ട് കാണില്ല. നമുക്ക് എന്ത് ചെയ്യാം? അങ്ങനെ കേട്ടില്ലെങ്കിലും പറയേണ്ട കാര്യങ്ങൾ പറയുക. അതായത് രാജാവിനെ അറിയിക്കേണ്ട വിഷയങ്ങളാണ് എങ്കിൽ, നല്ല കാര്യങ്ങളാണെങ്കിൽ, ഇത് രാജാവ് അറിഞ്ഞിരിക്കേണ്ട ഒരു കാര്യമാണ് എങ്കിൽ തീർച്ചയായും അത് അറിയിക്കണം. ഇനി വേട്പന ചൊല്ലി, വേട്പന എന്ന് പറഞ്ഞാൽ നല്ല കാര്യമാണ്, നല്ലത്, വിരുമ്പുന്നത് എന്നാണ്. വിരുമ്പെന്ന് വെച്ചാൽ ആശിക്കുന്നത്, അല്ലാതെ അത് കേൾക്കുമ്പോൾ നമുക്ക് ഇൻപം തരുന്നതുമായ കാര്യങ്ങൾ ചൊല്ലി വിനയിലെ ചിലപ്പോൾ നമുക്കത് അതുകൊണ്ട് ഒരു ഫലവുമില്ല എന്നുള്ള കാര്യമാണെങ്കിൽ എഞ്ഞാണ്ടും എപ്പോഴും കേട്പിനും ചൊല്ലാവിടൽ. കേട്പിന് വെച്ചാൽ അത് വീണ്ടും വീണ്ടും പറയൂ എന്ന് നിർബന്ധിച്ച് നമ്മളെ കൊണ്ട് പറയിപ്പിക്കുകയാണെങ്കിൽ പോലും പറയരുത്. അത് അരോചകമായ അല്ലെങ്കിൽ അതുകൊണ്ട് ഒരു ആവശ്യവുമില്ലാത്ത വാക്കുകൾ, അല്ലെങ്കിൽ ഈ കാര്യം നമ്മൾ രാജാവിനോട് അവതരിപ്പിക്കുന്നത് കൊണ്ട് യാതൊരുവിധ നന്മയും ഇല്ല എങ്കിൽ പോലും അത് പറയേ ചെയ്യരുത്. അത് ഒരിക്കലും പറയരുത്.
ഇനി രാജാവിന് നന്മ ഭയക്കുന്നതാണ് രാജാവ് ഇഷ്ടപ്പെടുന്നതാണ്. പക്ഷെ രാജാവ് നമ്മൾ പറയുന്നത് കേൾക്കുന്നില്ല, അല്ലെങ്കിൽ വേറെ നമ്മുടെ മേലുദ്യോഗസ്ഥന് ആരോ ആവട്ടെ കേൾക്കുന്നില്ല എന്നുണ്ടെങ്കിൽ പക്ഷെ പറയേണ്ട കാര്യമാണ്, അത് പറഞ്ഞേ തീരൂ. പക്ഷേ ഇഷ്ടമില്ലാത്തത് ചിലപ്പോൾ നമ്മളോട് അത് കേട്ട് കഴിഞ്ഞാൽ ചിലപ്പോൾ രാജാവിന് കോപം വരാം, അല്ലെങ്കിൽ വേറെന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടാവാം. അതുകൊണ്ട് യാതൊരു നന്മയും രാജാവിനും ഇല്ല, നമുക്കും ഇല്ല. അങ്ങനെയുള്ള കാര്യങ്ങൾ രാജാവ് നിർബന്ധിച്ചാൽ പോലും പറയരുത്. അതുകൊണ്ട് ഒരു യൂസും ഇല്ല. ഇപ്പൊ നമ്മളെ വീടുകളിൽ പോലും പല പല സന്ദർഭങ്ങളിൽ പറയേണ്ട കാര്യങ്ങൾ നമ്മൾ ഗ്രഹനാഥനോട് പറയാറില്ല. പറയേണ്ട കാര്യങ്ങൾ പറയുന്നുമില്ല, പറയാത്ത കാര്യങ്ങൾ പറയുകയും ചെയ്യും. ഇത് കാരണം കുടുംബത്തിൽ കലഹങ്ങൾ ഉണ്ടാവുകയും ചെയ്യും. ഇത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഫാമിലിയിൽ തന്നെ ഇത് നമ്മളിത് ഈ പറയുന്ന ഖുർആൻ അനുസരിച്ചാണ് നമ്മൾ ജീവിക്കുകയാണെങ്കിൽ ഒരുപാട് പ്രശ്നങ്ങൾ നമുക്ക് മാറ്റാൻ കഴിയും. ഇത് ജോലി സ്ഥലത്തും ഇത് തന്നെയാണ് നമ്മൾ കൈക്കൊള്ളുകയാണെങ്കിൽ. കാരണം ചിലർക്ക് മറ്റുള്ളവരെ കുറിച്ച് കുറ്റം പറയുന്നതായിരിക്കും കൂടുതലും ഇഷ്ടം. അപ്പൊ നമ്മൾ ആ കുറ്റം പറയുന്നത് നമ്മൾ കേൾക്കാതിരിക്കുന്നതാണ് ഏറ്റവും ബെസ്റ്റ്. അല്ലെങ്കിൽ ഇങ്ങോട്ടും അങ്ങോട്ടും പറയുന്നത് പോലെ വളരെ വളരെ നമുക്ക് പ്രശ്നങ്ങൾ നമ്മൾ ഫേസ് ചെയ്യേണ്ടി വരും. അപ്പൊ അതുകൊണ്ട് ഇത് രാജാവിന് മാത്രമല്ല എല്ലാവർക്കും ഉപകാരപ്പെടുന്ന ഒരു ഖുർആനാണ്. നമ്മൾ വേട്പന ചൊല്ലി, വേട്പന എന്ന് പറഞ്ഞാൽ വിരുമ്പുന്നത് അല്ലെങ്കിൽ ആശിക്കുന്നത് മാത്രമല്ല, അത് കേട്ടില്ലെങ്കിൽ നമ്മളത് പറയണം. ഇഷ്ടമല്ലാത്തത്, ഒരു ഉപകാരവുമില്ലാത്ത, അതുകൊണ്ട് ഒരു പ്രയോജനമില്ലാത്ത വാക്കുകളാണെങ്കിൽ അത് പറയാതിരിക്കുക. എത്ര പ്രാവശ്യം നമ്മളെടുത്ത് നിർബന്ധിച്ച് ചോദിച്ചാലും അത് പറയരുത് എന്നതാണ് ഈ ഖുർആനിൽ പറയുന്നത്. ഓക്കെ, താങ്ക് യു. താങ്ക് യു മാം. തിരുക്കുറൾ ഭാഗം 2, അധികാരം 70, ഖുറൾ 697. വേട്പന ചൊല്ലി വിനയില എഞ്ഞാൻറ്റും കേൾപ്പിനും ചൊല്ലാവിടൽ. അരചഹിതമേ ചൊല്ലുകെപ്പോഴും ആരാഞ്ഞു വരികിലും ചൊല്ലരുതനർത്ഥം. അതായത് ഈ ഖുർആനിൽ പറയുന്നത് അരജന് ഹിതമായിട്ടുള്ളത് ചൊല്ലുക, രാജാവിന് പ്രിയങ്കരങ്ങളായ ഏറെ പ്രയോജനകരങ്ങളായ കാര്യങ്ങൾ മാത്രം പറയുക. മന്ത്രി പറയുമ്പോൾ അത് പ്രത്യേകം ശ്രദ്ധിക്കുക. ഏത് കാര്യമാണെങ്കിലും ഏതവസരത്തിലും ഫലം ചെയ്യാത്ത കാര്യമാണ്, അതൊരു നിസ്സാര കാര്യമാണെന്ന് വരികിൽ രാജാവ് അന്വേഷിച്ചാൽ പോലും അതിനെക്കുറിച്ച് പറയാതെ ഒഴിഞ്ഞു മാറുന്നതാണ് നല്ലത് എന്നാണ് ഈ ഖുർആനിലൂടെ പറയുന്നത്. നമുക്കറിയാം, നമ്മൾ ശ്രദ്ധിച്ചിട്ടുള്ള പ്രധാന രാജാക്കന്മാരെ കുറിച്ച് ഓർക്കുമ്പോൾ ചന്ദ്രഗുപ്ത മൗര്യനും അക്ബറും ധൃതരാഷ്ട്രരും ഒക്കെ നമ്മുടെ മുന്നിലെത്തും. അതുപോലെ തന്നെ ഇപ്പോഴത്തെ പുതിയ ഭരണങ്ങൾ, ഓരോ രാജ്യങ്ങളിലെയും ഭരണ തലവന്മാരെയും അവരുടെ കൂടെയുള്ള മന്ത്രിമാരെയും നമ്മൾ പലപ്പോഴും പത്രങ്ങളിലൂടെയും ചാനലുകളിലൂടെയൊക്കെ കാണുന്നുണ്ട്. എവിടെയാണ് നല്ല ഭരണം എന്ന് നമ്മൾ നോക്കുമ്പോൾ അദ്ദേഹത്തിന്റെ കീഴിലുള്ള മന്ത്രിമാരുടെ സതുദ്ദേശപരമായ ചിന്തകളും അതിലൂടെയുള്ള പ്രവർത്തനങ്ങളും അതിലൂടെ പിന്നെ പ്രധാനമന്ത്രിയെ അറിയിക്കുന്ന കാര്യങ്ങളിൽ ഉള്ള സത്യസന്ധതയും ഒക്കെയാണ് ആ ഒരു മിനിസ്ട്രിയിൽ നമുക്ക് ഒരു വിശ്വാസം, അല്ലെങ്കിൽ നമുക്ക് അതിലൊരു യോഗ്യത ഉള്ള ഒരു മിനിസ്ട്രിയാണെന്ന് നമുക്ക് തോന്നുന്നത്. ഇവിടെ ചന്ദ്രഗുപ്ത മൗര്യന്റെ കാര്യം എടുക്കുകയാണെങ്കിൽ കൗടില്യൻ അദ്ദേഹം ചെയ്തത് എപ്പോഴും ചന്ദ്രഗുപ്ത മൗര്യനെ സാമ്രാജ്യം വെട്ടിപ്പിടിക്കുന്നതിനും വികസിപ്പിക്കുന്നതിനും വേണ്ടി നല്ല കാര്യങ്ങൾ മാത്രം പറഞ്ഞു കൊടുക്കുകയും അതുപോലെ ഏത് രീതിയിൽ പോയാൽ നമുക്ക് പുരോഗമനം ഉണ്ടാകുകയും എന്നും കൂടി പറഞ്ഞു കൊടുക്കുകയാണ്. അദ്ദേഹത്തിന്റെ മനസ്സിനെ, മനോധൈര്യത്തെ ഇല്ലാതാക്കുന്ന കാര്യങ്ങളൊന്നും ഇദ്ദേഹത്തിലേക്ക് പറയുന്നില്ല. അതുകൊണ്ട് തന്നെയാണ് ചന്ദ്രഗുപ്ത മൗര്യന് അത്രയും വലിയൊരു മൗര്യ സാമ്രാജ്യം സ്ഥാപിക്കുന്നതിന് സാധിച്ചത്. അതുപോലെ തന്നെയാണ് ബീർബലും. അക്ബറിനെ സംബന്ധിച്ചിടത്തോളം എന്ത് പ്രതിസന്ധി ഘട്ടങ്ങൾ വന്നാലും അദ്ദേഹം ബീർബലിന് ഓരോ പരീക്ഷണങ്ങൾ കൊടുത്തും ബീർബലിന്റെ മറുപടിയിൽ നിന്നുമായിരുന്നു അദ്ദേഹം നല്ല നല്ല തീരുമാനങ്ങൾ എടുത്തിരുന്നത്. അതുകൊണ്ട് തന്നെയാണ് നവരത്നങ്ങൾ എന്ന് പറയുന്ന മന്ത്രിമാർ ഉണ്ടായിരുന്നെങ്കിൽ കൂടി അതിൽ നമ്മൾ ബീർബലിനെയാണ് എടുത്തെടുത്ത് നമ്മൾ ഓർക്കാറുള്ളത്. അതുപോലെ ധൃതരാഷ്ട്രരുടെ മന്ത്രിയായിരുന്നു വിതുരർ. അദ്ദേഹം വളരെ സഹനശീലതയും അറിവും എല്ലാം ഉണ്ടായിരുന്ന ഒരു മന്ത്രിയായിരുന്നു. അദ്ദേഹത്തിന്റെ നിർദ്ദേശാനുസരണമാണ് അദ്ദേഹം ഭരിച്ചിരുന്നതെങ്കിൽ ഒരുപക്ഷെ കുരുക്ഷേത്ര യുദ്ധം ഉണ്ടാകില്ലായിരുന്നു എന്ന് നമുക്ക് കാണാം. അതുകൊണ്ട് തന്നെയാണ് വിതുര നീതി എന്ന് പറയുന്ന ഒരു നീതി തന്നെ, ന്യായത്തെക്കുറിച്ച് തന്നെ നമുക്ക് വായിക്കാൻ കഴിയും. അപ്പൊ അങ്ങനെ രാജാവിനെ സംബന്ധിച്ചിടത്തോളം
ഒരു കാര്യം രാജാവിന് ഇഷ്ടമില്ലാത്ത കാര്യം അല്ലെങ്കിൽ അദ്ദേഹത്തിന് അത് ഗുണകരമല്ല എന്ന് കണ്ടു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ആ മന്ത്രി ആ കാര്യം അദ്ദേഹത്തോട് പറഞ്ഞ് അദ്ദേഹത്തിന് അലോസരം ഉണ്ടാക്കരുത്. അദ്ദേഹത്തിന്റെ ഭരണകാര്യങ്ങളിൽ അതിന്റെ പ്രതിഫലനം ഉണ്ടാകും എന്നറിഞ്ഞുകൊണ്ട് അതിൽ നിന്ന് അദ്ദേഹത്തെ ഒഴിഞ്ഞ് മാറാൻ സഹായിക്കുക, അല്ലെങ്കിൽ അതിൽ കേൾക്കാൻ അദ്ദേഹത്തിന് അവസരം കൊടുക്കാതിരിക്കുക എന്നതാണ് ഈ കുറളിൽ പറയുന്നത്. അരജന് ഹിതകരവും ഗുണകരപ്രദവുമായ കാര്യങ്ങളെ കുറിച്ച് എപ്പോഴും സജീവൻ എടുത്തു പറഞ്ഞുകൊണ്ടിരിക്കണം. അർത്ഥശൂന്യവും വിഫലവും ദോഷകരവുമായ കാര്യങ്ങൾ ഇങ്ങോട്ട് അന്വേഷിച്ചാൽ പോലും പറയാതെ ഒഴിഞ്ഞു മാറുകയും വേണം എന്ന് ഈ കുറൾ പറയുന്നു. അത് തന്നെയാണ് നേരത്തെ മാഡം പറഞ്ഞതുപോലെ സാധാരണ ഒരു ഫാമിലി എടുക്കുകയാണെങ്കിൽ, നമ്മുടെ സാധാരണ ഇപ്പോഴത്തെ കുടുംബം എടുക്കുകയാണെങ്കിലും ഭർത്താവ് എന്ന് പറയുന്ന രാജാവിനോട് മന്ത്രി എന്ന് പറയുന്ന ഭാര്യ വീട്ടിലെ ഓരോ കാര്യങ്ങളെ കുറിച്ചും മക്കളുടെ കാര്യങ്ങളെ കുറിച്ചും അതുപോലെ പൊതുവിലുള്ള കാര്യങ്ങൾ, നല്ല കാര്യങ്ങൾ മാത്രം അദ്ദേഹത്തിനോട് പറഞ്ഞ് പോവുകയാണെങ്കിൽ ആ വീട്ടിൽ നല്ലൊരു കുടുംബ അന്തരീക്ഷം സൃഷ്ടിക്കാൻ കഴിയുമെന്ന് നമുക്കിത് മറ്റൊരു വശത്തിലൂടെ നമുക്കിത് മനസ്സിലാക്കാൻ പറ്റും. ഈ കുറൾ നമുക്ക് അങ്ങനെയും വ്യാഖ്യാനിക്കാം. അപ്പൊ കുറൾ 697 വേട്പന് ചൊല്ലി വിനയില എഞ്ഞാൻറ്റും കേൾപ്പിനും ചൊല്ല വിടൽ. അരജഹിതമേ ചൊല്ലുകെപ്പോഴും ആരാഞ്ഞു വരികിലും ചൊല്ലരുതനർത്ഥം. ഓവർ. താങ്ക് യു സർ. Okay. Though asked with interest, say about fruitful matters only. Never say about futile things. Tirukural 697 from chapter 70. Tiruvallur speaks on the value of friends. It says, friendship with a man who is foolish is a great evil and not a benefit. This highlights the danger of being in company of those who lack wisdom and emphasizes the importance of choosing your friends wisely, as foolish friends can bring about more harm than good. Ministers should always give agreeable advice, but no occasion recommend useless actions through requested to do so. In short, friendship with a man who is foolish is a great evil and not a benefit. Okay, sir, over. അടുത്തത് 698 കുറളാണ്. ഇളയർ ഇനമുറയർ എൻ തികഴാർ നിന്റെ ഒളിയോട് ഒഴുകപ്പെടും. അതായത് നമ്മളിപ്പോൾ നമ്മളുടെ മേലുദ്യോഗസ്ഥനായാലും രാജാവായാലും ആരായാലും ശരി തന്നെ, നമ്മളെ ഭരിക്കുന്ന ആളാണെങ്കിൽ ആ ഭരണകർത്താവ് ഇളയവൻ, അതായത് വയതിൽ ചെറിയവനാണെങ്കിൽ നമ്മൾ അവരെ ബഹുമാനിക്കണം. ആ കാണാൻ ചെറുത് മാത്രമല്ല, ഈ ഏജ് കൊണ്ടും ചെറിയവനാണെങ്കിൽ നമ്മൾ അവരെ, അല്ലെങ്കിൽ നമ്മുടെ കുറേ കാലത്തെ രാജാവിനോടുള്ള അടുപ്പം നമുക്ക് കൂടുതൽ ബന്ധം കാണാം. അങ്ങനെ ആണെങ്കിൽ പോലും ഒരു ഭരണാധികാരി ആയിക്കഴിഞ്ഞാൽ ആ ബന്ധമോ അല്ലെങ്കിൽ നമ്മുടെ പഴയ ബന്ധം അല്ലെങ്കിൽ നമ്മുടെ ഫ്രണ്ടാണ് അല്ലെങ്കിൽ നമ്മുടെ റിലേഷനാണ് എന്നൊന്നും ചിന്തിക്കരുത്. അവരെ ബഹുമാനിക്കേണ്ട രീതിയിൽ ബഹുമാനിക്കണം. ഇതിലെനിക്ക് പറയാനുള്ളത്, തമിഴിലൊരു ചോഴ വംശത്തെക്കുറിച്ച് നിങ്ങൾക്ക് അറിയാമായിരിക്കും. അതിൽ കരികാല ചോഴൻ എന്നൊരു രാജാവ് ഉണ്ടായിരുന്നു. അപ്പൊ അദ്ദേഹത്തിന് ചെറിയ പ്രായത്തിൽ തന്നെ അയാൾക്ക് രാജാവാകേണ്ട ഒരു ആവശ്യകത വന്നു. അതുകൊണ്ട് അയാൾ ചെറിയ പ്രായമായതുകൊണ്ട് അവരുടെ അടുത്ത് വന്ന് ഒരു ആ രാജ്യത്ത് തന്നെ ഗ്രാമത്തിലുള്ള 2 പേർക്ക് തമ്മിൽ തർക്കമുണ്ടായി. അപ്പൊ അവരിത് പരിഹരിക്കാൻ വേണ്ടി, സ്വത്ത് തർക്കമാണ്, അത് പരിഹരിക്കാൻ വേണ്ടി വന്നപ്പോൾ അത് ആ സിംഹാസനത്തിൽ ഇരിക്കുന്നത് ചെറിയൊരു കുട്ടിയാണ്, ഒരു പയ്യനാണ്. അപ്പൊ ഇവർക്ക് തോന്നി, അയ്യോ നമ്മുടെ ഈ പ്രശ്നം നമ്മുടെ പഞ്ചായത്തിൽ പോലും നമുക്ക് പരിഹരിക്കാൻ പറ്റില്ല. അപ്പൊ ഇവിടെ വന്ന് ഈ രാജാവ് ഇത്രയും ഇളയ ഒരു പയ്യനാണല്ലോ, ഇദ്ദേഹത്തിനെ കൊണ്ട് ഇത് പറ്റത്തില്ല എന്ന് പറഞ്ഞ് അവർ തിരിച്ചുപോയി. അപ്പൊ ഈ രാജാവ് എന്ത് ചെയ്തു?
അപ്പൊ തന്നെ ഈ കരികാലൻ അവരെ വിളിച്ച് എന്താണെന്ന് ഒറ്റരെ കൊണ്ട് ആരാഞ്ഞു എന്താണ് സംഭവിച്ചതെന്ന്. അപ്പൊ അവരിങ്ങനെ അയ്യോ ഇത് ചെറിയ പയ്യൻ ഇയാളെ കൊണ്ട് പറ്റത്തില്ല എന്ന്. അപ്പൊ ആ പയ്യനെ ഇവര് അയാളെ തിരിച്ചു വിളിച്ചിട്ട് പറഞ്ഞു, നിങ്ങളൊരു കാര്യം ചെയ്യൂ, നാളെ വരൂ, നിങ്ങൾക്കുള്ള രാജാവ് നിങ്ങൾക്കുള്ള മറുപടി പറയുമെന്ന്. അപ്പൊ ഇവരെന്ത് ചെയ്ത് നാളെ പിറ്റേ ദിവസം വരുന്നുണ്ട്. അപ്പം ഈ കരികാലൻ വയസ്സായ ഒരു വേഷം ധരിച്ചിരുന്നാണ് അവർക്ക് നല്ല നല്ല രീതിയിലുള്ള മറുപടി അവർക്ക് കൊടുക്കുകയും നല്ല നീതി കൊടുക്കുകയും ചെയ്തു. അപ്പൊ അത് തന്നെയാണ് ഇവിടെ. അപ്പം അയാൾ പറയുകയും ചെയ്യും, തൻ്റെ വേഷം മാറ്റി കാണിക്കുമ്പോഴാണ് അവർ ഞങ്ങളുടെ തെറ്റ് മനസ്സിലാക്കിയെന്ന് പറഞ്ഞ് അവർ മാപ്പ് പറയുകയും ചെയ്യും. അപ്പൊ ഇളയവൻ, അതായത് ഇളയർ ഇനമുറയൻ, അതായത് ഇനമുറയൻ എന്ന് പറയുന്നത് സ്വന്തക്കാരാണ്, ബന്ധക്കാരാണ് എന്ന് ചിന്തിക്കരുത്. ഇളയർ എന്ന് പറഞ്ഞാൽ വയതിൽ ചെറിയവൻ എന്നും. എൻ്റെ ഇകഴാർ എന്ന് പറഞ്ഞാൽ അവരെ പുച്ഛിക്കരുത്, അവരെ ബഹുമാനിക്കണം. നിന്റെ ഒളിയോട് ഒഴുകപ്പെടും, അവർക്ക് കൊടുക്കേണ്ട മര്യാദ എന്താണോ അത് കൊടുക്കണം. അങ്ങനെ വേണം നമ്മൾ നടക്കാൻ. അങ്ങനെ അവരെ ബഹുമാനിച്ച് നടക്കുകയാണെങ്കിൽ നമുക്ക് എല്ലാ നന്മകളും വന്നു ചേരും. അതല്ല എന്നുണ്ടെങ്കിൽ അത് നമ്മുടെ ക്യാരക്ടർ തന്നെ അത് ബാധിക്കുന്നതാണ്. നമുക്കൊരു എന്താണ് മര്യാദ എന്ന് അറിയാത്തവരാണെന്ന് പറയുകയും ചെയ്യും. ഇതാണ് ഈ കുറളിൽ പറഞ്ഞിരിക്കുന്നത്. ഓക്കെ, താങ്ക് യു. താങ്ക് യു. കുറൾ 698. അധികാരം 70. രാജാവിനോട് എങ്ങനെ ഇടപഴകണം എന്നതിനെ പറ്റിയാണ് ഈ കുറളിൽ പ്രതിപാദിക്കുന്നത്. ഇളയർ ഇനമുറയർ എൻ്റെ ഇകഴാർ നിന്റെ ഒളിയോട് ഒഴുകപ്പെടും. ഇളയവൻ ബന്ധു സ്വജാതി എന്നികഴാതെ നൃപമഹിമ മാനിച്ചു നിൽക്ക. മന്നവൻ ബാലനും ബന്ധുവാണെങ്കിലും ഭവ്യത കൈവിടാ സൂക്ഷിച്ചു കൊള്ളണം. രാജാവ് ബാലനും തൻ്റെ മന്ത്രിയുടെ ബന്ധുവാണ്, അങ്ങനെയാണെങ്കിലും ഭവ്യത കൈവിടാതെ പെരുമാറണം. എൻ്റെ ബന്ധുവാണ്, എനിക്ക് പണ്ട് പരിചയം ഉണ്ടായിരുന്നു. ഞാൻ കുറെ കാലം നേരത്തെ രാജാവിന്റെ കീഴിൽ ഉണ്ടായിരുന്ന ആളാണ്. അങ്ങനെയുള്ളതെല്ലാം മനസ്സിൽ വെച്ചുകൊണ്ട് ബഹുമാനിക്കാതെ ഇരുന്നാൽ നമുക്ക് ദോഷം ഭവിക്കും എന്നാണ് പറയുന്നത്. രാജഭക്തി എന്നത് രാജാവിനായാലും പ്രജകൾക്കായാലും ഈശ്വരഭക്തിക്ക് തുല്യമായിരിക്കണം രാജഭക്തി എന്ന് നീതിശാസ്ത്രത്തിൽ പറയുന്നുണ്ട്. എന്നേക്കാൾ ഇളയതാണ്, എനിക്ക് ഈ വഴിയിൽ ബന്ധുവാണ്, അല്ലെങ്കിൽ മറ്റൊരു വഴിയിൽ സ്വന്തമാണ് എന്നൊക്കെ പറയുന്നത് രാജാവിന്റെ അപ്രീതിക്ക് പാത്രമാകാനേ സഹായിക്കും. പരിചയം വെച്ച് ബഹുമാനിക്കാതെ ഇരിക്കാൻ പാടില്ല. അങ്ങനെയാണെങ്കിൽ നമുക്കൊരു ഗുണവും രാജാവിൽ നിന്നും ലഭിക്കാൻ പോകുന്നില്ല. ഓഫീസിൽ നമ്മുടെ മേലുദ്യോഗസ്ഥൻ പ്രായം കുറഞ്ഞ ആളാണ്, നമ്മുടെ ബന്ധു, അടുത്ത ബന്ധുവാണ്. പക്ഷെ ആ ബഹുമാനിക്കേണ്ട രീതിയിൽ തന്നെ ഓഫീസിനകത്ത് നാം പെരുമാറണം. അങ്ങനെ ആയാൽ നമുക്ക് കിട്ടുന്ന ബഹുമാനം നമുക്കും ലഭിക്കും. ഗുരു ശിഷ്യ ബന്ധത്തിന്റെ കാര്യമായാലും, ഗുരു വളരെ പ്രായം കുറഞ്ഞ കൊച്ചു പയ്യനായാലും പ്രായം കുറഞ്ഞ ശിഷ്യനാണെങ്കിലും വയസ്സായ ആളാണ് എന്ന് പറഞ്ഞ് നമുക്ക് ഗുരുവിനെ ബഹുമാനിക്കാതിരിക്കാൻ സാധ്യമല്ല. ഗുരു ശിഷ്യ ബന്ധത്തിലായാലും ഏത് കാര്യത്തിലും അർഹതപ്പെട്ടവരെ, രാജാവിനെ ബഹുമാനിക്കുക, ഗുരുവിനെ ബഹുമാനിക്കുക, മേലുദ്യോഗസ്ഥനെയും ബഹുമാനിക്കുക അതിൻ്റെതായ രീതിയിൽ. അതാണ് ഈ കുറൾ പറയുന്നത്. എങ്ങനെയൊക്കെ ആരോടൊക്കെ നാം പെരുമാറേണ്ട രീതി, ഇടപഴകുന്ന രീതി ആണ് ഈ കുറളിലുടനീളം പ്രതിപാദിച്ചിരിക്കുന്നത്. വളരെ കാലമായി ഞാൻ ഈ രാജാവിന്റെ മന്ത്രിയായിരുന്നല്ലോ എന്നുള്ള അഹങ്കാരം കാണിച്ചാലും നമുക്ക് മന്ത്രിക്ക് ദോഷമേ ഭവിക്കുകയുള്ളൂ. അതുകൊണ്ട് അതിൻ്റെതായ ബഹുമാന പുരസരം രാജാവിനോട് ഇടപഴകും. കുറൾ 698. ഇളയർ ഇനമുറയർ என்று ഇകഴാർ നിന്റെ ഒളിയോട് ഒഴുകപ്പെടും. മന്നവൻ ബാലനും ബന്ധുവാണെങ്കിലും ഭവ്യത കൈവിടാ സൂക്ഷിച്ചു കൊള്ളണം. താങ്ക് യു. ഓവർ. താങ്ക് യു സർ. Don't see anyone silly as younger or related to you. Respect him without flagging his position. 699.
699 കുറൾ. കൊള്ളപ്പട്ടേം എണ്ണി കൊള്ളാതെ ചെയ്യാർ തുളക്കറ്റ കാച്ചിയവർ. അതായത് നമ്മൾ രാജാവിനോട് അടുത്ത് ബന്ധുവായിരിക്കാം, അല്ലെങ്കിൽ രാജാവ് നമുക്ക് വേണ്ടപ്പെട്ടവനായിരിക്കാം, അല്ലെങ്കിൽ കുറെ കാലമായി രാജാവോട് ഒത്ത് സഞ്ചരിച്ച ആളായിരിക്കാം. ഏത് കാരണം കൊണ്ടും രാജാവിനോടൊപ്പം നിന്നു എന്ന ഒരു കാര്യം മാത്രം വെച്ചുകൊണ്ട് മറ്റുള്ളവരെ ചൂഷണം ചെയ്യാൻ പാടില്ല. അതായത് രാജാവിനെ എനിക്ക് പരിചയമുണ്ട് എന്നുള്ളത് കൊണ്ട് അത് വെച്ചുകൊണ്ട് ആവശ്യമില്ലാത്ത കാര്യങ്ങൾ ചെയ്യരുത്. കുളപ്പട്ടയം എന്ന് പറയുന്നത് രാജാവിൻ്റെ സ്നേഹം അല്ലെങ്കിൽ രാജാവിനോടുള്ള അടുപ്പം എനിക്ക് കിട്ടി, ഞാൻ ഇത്രയും കാലം അത് അനുഭവിച്ച ആളാണ്, ഇത്ര കാലത്തെ ബന്ധം ഞങ്ങൾ തമ്മിലുണ്ട് എന്നതാണ് കുളപ്പട്ടയം എന്ന് പറയുന്നത്. എൻ്റെ എണ്ണി എന്ന് പറഞ്ഞാൽ എന്ന് മനസ്സിലാക്കിക്കൊണ്ട് അതിനെ അങ്ങനെ ചിന്തിച്ചുകൊണ്ട് കൊള്ളാതെ ചെയ്യാർ, ആവശ്യമില്ലാത്ത കാര്യങ്ങളൊന്നും തന്നെ ചെയ്യരുത്. തുളക്കറ്റ് കാച്ചിയവർ, ഇങ്ങനത്തെ കാര്യങ്ങൾ ചെയ്യാത്തവരാരാണ്? തുളക്കറ്റ കാച്ചിയവർ എന്ന് പറഞ്ഞാൽ ദൃഢമായ, അതായത് മനസ്സിന് നല്ല കട്ടിയുള്ളവരായിരിക്കും. അവരാണ് ആവശ്യമില്ലാത്ത കാര്യങ്ങളിൽ ഇടപെടില്ല. അതായത് എൻ്റെ ബന്ധുവാണ്, അല്ലെങ്കിൽ ഞാനുമായി വളരെ അടുപ്പമുണ്ട് എന്നത് ഉപയോഗിച്ചുകൊണ്ട് വളരെ മോശമായ പ്രവൃത്തികളിൽ ഇടപെടില്ല. അതാണ് ഒരു നല്ല മന്ത്രിയുടെ സ്വഭാവം. അപ്പം മന്ത്രിയുടെ മാത്രമല്ല, നമ്മളിപ്പോൾ ഇപ്പോഴത്തെ ഇന്നത്തെ സാഹചര്യം എടുത്താലും ഒരു ചെറിയ ഒരു കൗൺസിലറിൻ്റെ PA ആണെങ്കിൽ പോലും അത് ഉപയോഗിച്ചിട്ട് ഒരുപാട് കൈക്കൂലി വാങ്ങിച്ച് ഞാൻ ജോലി വാങ്ങിച്ചു തരാം, അത് വാങ്ങിച്ചു തരാം, ഇത് വാങ്ങിച്ചു തരാം എന്ന് പറഞ്ഞ് ഒരുപാട് കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്. ഇത് തന്നെ എൻ്റെ അടുത്ത സുഹൃത്താണ് മന്ത്രി, അല്ലെങ്കിൽ എൻ്റെ ബന്ധുവാണ് മന്ത്രി, ഇങ്ങനെയൊക്കെയാണ് പറഞ്ഞിട്ട് ഓരോ കാര്യങ്ങൾ ചെയ്യുന്നത്. അത് അന്ന് തന്നെ വള്ളുവർ പറഞ്ഞിരിക്കുകയാണ്, നമ്മളെപ്പോഴും രാജാവിൻ്റെ അടുപ്പത്തിനെ മിസ്യൂസ് ചെയ്യരുത്. അത് ആര് ചെയ്യില്ല? നല്ല മനസ്സുള്ളവർ, മനസ്സിന് നല്ല ദൃഢതയുള്ളവർ ചെയ്യില്ല. അതാണ് നല്ല ബോധമുള്ളവർ ചെയ്യുന്ന കാര്യങ്ങൾ അല്ല അത് എന്നാണ് പറയുന്നത്. ഇതാണ് ഈ കുറിൽ പറഞ്ഞിരിക്കുന്നത്. ഓക്കെ, താങ്ക് യു. താങ്ക് യു മാം. കുറിൽ 699. കൊളപ്പട്ടയം എണ്ണി കൊള്ളാത ചെയ്യാർ തുളക്കറ്റ കാഴ്ചയവർ. സമ്മാന്യരായ തോർത്തരുതായിക ചെയ്തിടാ സമ്യക് പ്രബോധം തെളിഞ്ഞോർ. സമ്മാന്യരായ തോർത്തരുതായിക ചെയ്തിടാ സമ്യക് പ്രബോധം തെളിഞ്ഞോർ. ശത്രുതയോ സൗഹൃദമോ ഒന്നുമില്ലാത്ത വിധം നിഷ്പക്ഷമായ കാഴ്ചപ്പാടുള്ളവർ യുക്തിയില്ലാത്ത പ്രവർത്തനം ഒരിക്കലും ചെയ്യുകയില്ല. അവർ സ്വഭാവത്താൽ തന്നെ എല്ലാം വിചാരിച്ചാണ് ചെയ്യുന്നത്. സ്ഥിരമായ ദൃഷ്ടിയും വിവേകബുദ്ധിയും ഉള്ള ഭരണാധികാരികൾ അല്ലെങ്കിൽ രാജാക്കന്മാർ എന്ത് ചെയ്യണം, എന്ത് ചെയ്യരുത് എന്നത് വളരെ വ്യക്തമായി തിരിച്ചറിയുന്നു. അവരുടെ തീരുമാനങ്ങൾ പ്രതികാരമോ പ്രിയതയോ മൂലമല്ല, ധർമ്മവും നീതിയും മൂലമാണ്. ഒരു സ്ഥിരദൃഷ്ടിയുള്ള മനുഷ്യൻ തൻ്റെ കടമ മനസ്സിലാക്കി പ്രവർത്തിക്കും. വെറുപ്പോ മോഹമോ അവന്റെ വിധിയെ നിയന്ത്രിക്കുകയില്ല. ഭഗവത്ഗീതയിൽ ശ്രീകൃഷ്ണൻ അർജുനനോട് പറഞ്ഞു, സ്ഥിതപ്രജ്ഞൻ അല്ലെങ്കിൽ വൺ ഓഫ് സ്റ്റഡി വിസ്ഡം, വേദനയിലോ സന്തോഷത്തിലോ ചാഞ്ചാട്ടമില്ലാത്തവനാകണം. ഇത്തരക്കാർ ധർമ്മമനുസരിച്ച് പ്രവർത്തിക്കുന്നു. വ്യക്തിപരമായ ഇഷ്ടദ്വേഷങ്ങൾ അവനെ ബാധിക്കുകയേയില്ല. രാമായണത്തിലോ ശ്രീരാമൻ കൈകേയിയുടെ വഞ്ചനയ്ക്ക് പിന്നാലെ കോപത്താൽ പ്രതികരിച്ചില്ല. പിതാവിന്റെ വാക്ക് ധർമ്മമാണെന്ന് അറിഞ്ഞതിനാൽ അദ്ദേഹം രാജ്യം ഉപേക്ഷിച്ച് വനത്തിലേക്ക് പ്രയാണം ചെയ്തു. അതാണ് സ്ഥിരദൃഷ്ടിയുടെ ഉദാഹരണം. സ്ഥിരമായ മനസ്സും നിഷ്പക്ഷമായ ദൃഷ്ടിയുമുള്ളവർ അവർക്ക് അനുകൂലമല്ലാത്ത കാര്യങ്ങൾ ഒരിക്കലും ചെയ്യുകയില്ല. കാരണം അവർ ആരാണെന്നും എന്തിനാണ് പ്രവർത്തിക്കുന്നത് എന്നുള്ളത് അവർ വളരെ വ്യക്തമായി അറിയുന്നു. കുറിൽ 699 അരജൻ നമ്മെ വേണ്ടത്ര അംഗീകരിച്ചു കഴിഞ്ഞു, സ്ഥാനമാനങ്ങൾ കിട്ടിക്കഴിഞ്ഞു, രാജാവിൽ എപ്പോഴും നല്ല സ്വാധീനമുണ്ട് എന്നൊക്കെ കരുതി എന്തു വൃത്തികേടും കാണിക്കാൻ മഹാത്മാക്കളായുള്ളവർ ഒരുമ്പെടുകയില്ല. പരിപക്വമതികളായ അവർ അരജന് ദുഷ്പേരുണ്ടാക്കുന്ന യാതൊന്നിലും ഇടപെടുകയില്ല എന്ന് ഈ കുറിൽ അനുശാസിക്കുന്നു. താങ്ക് യു.
Qural 699. People of steady vision won't do any unfavorable things as they know they are venerated. If one considers the harm inflicted on him by those who have harmed him, he will never attain bliss. It is better to forget the harm done to you. This verse emphasizes the dwelling on negativity prevents inner peace. Pardon? The verse emphasizes that dwelling on negativity prevents inner peace. That means to punish those who have done you harm by doing them good will make them ashamed. Over. അടുത്തത് ഈ അധികാരത്തിലെ ഏറ്റവും ലാസ്റ്റ് കുറളാണ്, 700ാമത്തെ കുറളാണ്. പഴയം എനക്കരുതി പൺവല്ല ചെയ്യും കെഴുതകൈമൈ കേടുതരും. അതായത് പഴയം, നമ്മള് രാജാവിനോട് നമുക്കുള്ള അടുപ്പം വളരെ കാലം തൊട്ട് തന്നെ രാജാവുമായിട്ട് നമുക്ക് നല്ല അടുപ്പമുണ്ട്. അപ്പൊ ആ ഒരു നമ്മുടെ ആ ഒരു സ്വാധീനം, അല്ലെങ്കിൽ രാജാവുമായിട്ട് എനിക്കുള്ള റിലേഷൻഷിപ്പ്, ഞങ്ങൾ റിലേറ്റീവ്സ് ആണ് എന്നതൊക്കെ വെച്ചിട്ട് ആവശ്യമില്ലാത്ത മോശമായ പ്രവൃത്തികൾ ചെയ്യരുത്. അത് ദോഷമേ ചെയ്യൂ. അതാണ് പഴയം എനക്കരുതി. പഴയം എന്ന് പറയുന്നത് ഒരുപാട് കാലം പഴക്കമുള്ള ആളാണ്. ഞാൻ ഇദ്ദേഹവുമായിട്ടുള്ള ബന്ധം എനിക്ക് ഒരുപാട് കാലം, നീണ്ട കാലം ഉള്ളതാണ് എന്ന് കരുതി. പൺപല്ല ചെയ്യും. പൺപല്ല എന്ന് പറഞ്ഞാൽ മോശം പ്രവൃത്തികൾ, നല്ല പ്രവൃത്തി അല്ലാത്തത് ചെയ്യുന്ന കെഴുതകൈമൈ, അങ്ങനെയുള്ള ഒരുപാട് ക്ലോസ് ഫ്രണ്ട്സ് എന്ന് ഇപ്പൊ നമ്മളിപ്പോ ഒരാളുമായിട്ട് എത്രത്തോളം അടുപ്പമുണ്ടോ അതനുസരിച്ചാണ് അവരുടെ അടുത്ത് നമുക്കുള്ള സ്വാധീനമുള്ളത്. ചിലപ്പോൾ നമ്മുടെ ക്ലോസ് ഫ്രണ്ട്സിന്റെ വീട്ടിൽ പോയാൽ നമുക്ക് എല്ലാ കാര്യങ്ങളിലും ഇടപെടാനുള്ള അവകാശം നമുക്ക് തന്നിരിക്കും. അപ്പൊ നമ്മൾ ആ രീതിയിലായിരിക്കും അവരുടെ അടുത്ത് പെരുമാറുന്നത്. പക്ഷേ വളരെ ക്ലോസ് അല്ലാത്ത ആൾക്കാരോട് നമ്മുടെ സ്വകാര്യതകൾ പറയുകയില്ല, അവരുടെ സ്വകാര്യതയിലേക്ക് നമ്മൾ എത്തി നോക്കുകയില്ല. അതാണ് ഡീസൻസി. അപ്പൊ അതുപോലെയാണ് നമ്മളിപ്പോ ഒരുപാട് കാലം നമുക്ക് അങ്ങനെയുള്ള രാജാവിനോടുള്ള ആ അടുപ്പത്തിനെ മിസ്യൂസ് ചെയ്യരുത്. അങ്ങനെ ചെയ്യുകയാണെങ്കിൽ അത് കെഴുതകൈമ കേടുതരും. കൂടുതലായിട്ടുള്ള രാജാവിനോടുള്ള ഇതിനെ എന്ത് പറയാം, നമുക്ക് അതിനെ റൈറ്റ്സ്, രാജാവിനോട് എനിക്ക് കൂടുതൽ അവകാശങ്ങളുണ്ട്, രാജാവ് ഞാൻ പറഞ്ഞാൽ കേൾക്കും, അല്ലെങ്കിൽ രാജാവ് പറയുന്നത് ഞാൻ പറയുന്നതും ശരിയാണ്, അതായത് ഞാൻ പറഞ്ഞാൽ അത് രാജാവ് പറയുന്നത് പോലെയാണ് എന്ന് പ്രവർത്തിക്കരുത്. അങ്ങനെ പ്രവർത്തിക്കുകയാണെങ്കിൽ അത് അദ്ദേഹത്തിന് തന്നെ മോശമായ ബലങ്ങളായിരിക്കും തരുന്നത്. അതായത് മന്ത്രിക്ക് മാത്രമല്ല ബാക്കി എല്ലാ ആൾക്കാർക്കും, എല്ലാ ഡിപ്പാർട്ട്മെന്റ്സിലും, എല്ലാ വിധമായ കാര്യങ്ങളിലും ഇത് യോജിക്കുന്നതാണ് ഈ കുറൾ. ഇതാണ് ഈ കുറളിൽ പറഞ്ഞിരിക്കുന്നത്. ഓക്കെ, താങ്ക് യു. ഇന്നത്തെ അവസാനത്തെ കുറൽ നമ്പർ 700. പഴയം എനക്കരുതി പെൺപല്ല ചെയ്യും കെഴുതകൈമൈ കേടുതരും. പഴയവർ നാമെന്നോർത്തരു തായിക ചെയ്യുന്നൊരധികാരം പതനമേ നൽകും. രാജാവുമായുള്ള അടുപ്പത്തിന്റെ പേരിൽ അനർഹമായ കാര്യങ്ങൾ ചെയ്യുന്ന സ്വഭാവം അപകടകരമാണ്. മന്ത്രിമാർക്ക് രാജാവിനോടുള്ള അടുപ്പം ദുരുപയോഗം ചെയ്യാനുള്ള അവകാശമായി അതിനെ കാണരുത്. അത്തരം തെറ്റായ പെരുമാറ്റം അവരുടെ തന്നെ നാശത്തിന് കാരണമാകും. ഉപസംഹരിച്ചാൽ, അധികാരിയുടെ മാനസികാവസ്ഥ അറിഞ്ഞ് പെരുമാറുക, പക്വമായ സമയത്തിനായി കാത്തിരിക്കുക, അവൻ വെറുക്കുന്നത് ഒഴിവാക്കുക, അവനെ ആകർഷിക്കുന്ന തരത്തിൽ അത്യാവശ്യമായത് സംസാരിക്കുക, അധികാരിയെ ആകർഷിക്കുന്ന കാര്യങ്ങൾ അവനോട് പറയുക. എന്നാൽ അവൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ പോലും അനാവശ്യമായ
അനുചിത സംസാരത്തിൽ ഏർപ്പെടരുത്. അവൻ പ്രായത്തിൽ ഇളയവനായതിനാലോ ബന്ധുവായതിനാലോ അവനെ താഴ്ത്തിക്കെട്ടരുത്, പുച്ഛിക്കരുത്. അദ്ദേഹത്തിന്റെ സ്ഥാനത്തിനും പ്രശസ്തിക്കും വേണ്ടി ബഹുമാനത്തോടെ നിലകൊള്ളുക. ലക്ഷ്യബോധമുള്ളവർ ആദരവ് നേടുമെന്ന് കരുതി ലാഘവപൂർവം പെരുമാറുന്നതിൽ നിന്ന് വിട്ടുനിൽക്കുക. ഉന്നതരുമായുള്ള സാമീപ്യം മുതലെടുത്ത് നിലമറന്ന് പരിധി വിട്ട് പ്രവർത്തിക്കുന്നത് നാശം വരുത്തും. വളരെ പ്രസക്തമായ 10 കുറളുകൾ. രാജാവിനും മന്ത്രിക്കും തമ്മിലുള്ള ബന്ധമാണ് പ്രധാനമായും ഇവിടെ ഉദ്ദേശിക്കുന്നതെങ്കിലും ഇതൊക്കെ എല്ലാവർക്കും ബാധകമാണ്. ഏറ്റവും അവസാനം പറഞ്ഞ ആ കുറൽ തന്നെ എത്രയോ പേര് ദുരുപയോഗം ചെയ്യുന്നു. ഒരു ചെറിയ അടുപ്പമോ ചെറിയ എന്തെങ്കിലും ബന്ധമോ ഒക്കെ ഉള്ള ചില ഉന്നതരുമായിട്ടുണ്ട്. അതിൻ്റെ പേരിൽ അത് ഒരുപാട് മിസ്യൂസ് ചെയ്ത് അവർക്ക് അപമാനം വരുത്തുന്നുണ്ട്. അതുപോലെ തന്നെ സ്വയം നാശത്തിലേക്കും പോകും. ഇവിടെ മുഖ്യമന്ത്രിമാർ വരെ പലരുടെയും ട്രാപ്പിൽപ്പെട്ടു പോയിട്ടുണ്ട്. ചെറിയൊരു അടുപ്പത്തിന്റെ പേരിൽ വലിയ കെണി അവരൊരുക്കിയിട്ട്, പക്ഷെ അവരൊന്നും രക്ഷപ്പെട്ടിട്ടില്ല എന്ന് ചരിത്രം നമ്മെ പഠിപ്പിക്കുന്നുണ്ട്. അപ്പോൾ വളരെ നല്ല കാര്യങ്ങളാണ് നമ്മൾ ഇന്ന് കേട്ടത്. ജീവിതത്തിൽ പ്രാവർത്തികമാക്കാം. എല്ലാവരെയും ദൈവം അനുഗ്രഹിക്കട്ടെ. ഒരുപാട് ആളുകളുടെ സഹകരണത്തോടെയാണ് ഇത് കടന്നുപോയത്. എല്ലാവരെയും ഇതിൽ പങ്കെടുത്ത സ്മിതയും അതുപോലെ തന്നെ എല്ലാ മൊഴിമാറ്റം നൽകിയ പ്രിയപ്പെട്ട മാന്യ സുഹൃത്തുക്കളും, സമയക്കുറവുകൊണ്ട് ആരുടെയും പേര് പറഞ്ഞ് സമയം കളയുന്നില്ല. എല്ലാവരെയും ദൈവം അനുഗ്രഹിക്കട്ടെ. പങ്കെടുത്തവരെയും പ്രത്യേകം ഓർക്കുന്നു. ഞാൻ വാക്കുകൾ നിർത്തുന്നു. ഓവർ ടു ഓമൻ ടീച്ചർ. Thank you, sir. Nature of doing undeserving things on the ground of intimacy with the king is dangerous. Tirukural 700 warns, do not, thinking of the king's love for you, attempt to do what should not be done, for that love will turn into hatred and ruin you. This couplet stresses that a courtier should never pursue upon a king's personal affection or intimacy to commit an improper or unjust act. Overestimating one's security due to closeness, false intimacy, leads to negligence in duty and moral transgression. Such undeserving actions, even if initially tolerated, will eventually erode the king's respect and goodwill, replacing it with lethal resentment. This sudden shift from favor to wrath results in the official's inevitable and complete destruction. While the Upanishads do not focus on king-courtier relationships, the story of Nachiketas from the Kathopanishad illustrates the profound importance of respectful, non-presumptuous conduct even when seeking intimacy with a supreme authority, Yama, the god of death. When Nachiketas arrived at Yama's abode and was made to wait for 3 days, he did not presume on his father's previous sacrifice to demand immediate entry to or service. Instead, his humble, patient, and respectful demeanor, even when making his hold requests for knowledge, eventually
earned him Yama's trust and the highest spiritual wisdom, the knowledge of Atman and Brahman. His success was rooted in proper conduct and patience, not in the false intimacy of demanding undeserving favors. Chapter 70 of the Tirukural, Service to King, serves as an indispensable manual for political life, stressing that effective governance rests entirely on the integrity and skill of its ministers. It meticulously outlines the necessary balance between respectful distance and functional proximity, emphasizing that loyalty must be coupled with the moral courage to offer honest corrective counsel. Ultimately, the chapter concludes that the highest duty of a courtier is to preserve the king's trust and the welfare of the state by scrupulously avoiding error and acting always with wisdom and unwavering righteousness. The Tirukural transcends its ancient origins to remain a universal ethical scripture, offering timeless wisdom on the conduct of a moral life, successful polity, and fulfilling love. Its concise, brilliant couplets provide a comprehensive framework for achieving perfection in all three realms of Aram, Porul, and Imbam. It stands as a profound testament to human virtue, urging humanity toward a life defined by integrity, judicious action, and compassionate existence. A small poem in Thiruvalluvar's verse, a mirror is shown. For life and for duty, seeds wisely sown. The Kural guides the heart, the hand, and the mind, a treasure of wisdom for all humankind. May its light ever shine, a compass so true, in every old couplet, a lesson made new. A heartfelt gratitude to Sabu sir, Nayanar sir, Joshi sir. Your engagement and presence have been the true highlights of this platform. To the participants, thank you for sharing your valuable insights, dedication, and expertise. Your contributions were the cornerstone of our success. To our viewers, your attentiveness and enthusiastic support energized this entire experience. We sincerely appreciate the time you dedicated to being with us. Thank you all for making this a truly meaningful and rewarding endeavor. Thank you, everybody. Thank you, ma'am. Thank you, Thank ma'am. you, Shanti, ma'am. Thank you, Nayanar sir. Nayanar sir, ഒന്ന് താങ്ക് unmute യു ചെയ്യൂ. സർ, താങ്ക് യു. സാറേ എന്ന് പറഞ്ഞാല് യൂണിവേഴ്സിറ്റി കോളേജിലെ പിന്നെ ഈ പറഞ്ഞ മനോന്മണി സുന്ദരം പിള്ളை അത് തമിഴിലെ ദൈവസ്തുതി എന്ന് പറയുന്നത് തമിഴിനെ ഭാഷയെ ഒരു അമ്മയായിട്ട് കരുതിയിട്ട് ആണ് ചെയ്യുന്നത്. അങ്ങനെ തമിഴ് തായ് വാഴ്ത്ത് എന്ന് പറഞ്ഞിട്ടുണ്ട്. അത് സുന്ദരം പിള്ള എഴുതിയ മനോന്മണിയൻ ആ കാവ്യത്തിലെ വരുന്ന ഇതാണ്, ശ്ലോകമാണത്. തമിഴ് തായ് വാഴ്ത്ത് ആദ്യത്തെ അതാണ്. നാട്ടിലെ ഏത് ഗവൺമെന്റ് ഫംഗ്ഷൻ തുടങ്ങുന്നതിന് മുമ്പായിട്ടും തമിഴ് തായ് വാഴ്ത്ത് ഇത് നമ്മുടെ ദേശീയ ഗാനം പോലെ പറഞ്ഞു. അത് ലോകത്തിലെ എവിടെ ചെന്നാലും തമിഴ് സംഘം പറഞ്ഞാൽ ആ ഇത് വളരെ നന്നായിട്ട് ക്ലാസ് സൂചിപ്പിച്ചു. നമ്മുടെ തിരുക്കുറൾ
റിസർച്ച് പേപ്പേഴ്സിന് എല്ലാം അല്ലെങ്കിൽ അത്രയും പഠിച്ചിട്ടുള്ള ടീച്ചറിന്റെ ക്ലാസ് ഇങ്ങ അറ്റത്ത് എന്ന് പറയുന്നത് ഒന്നും ചെയ്ത് എനിക്ക് ഉണ്ടാകുന്ന മാഡം ക്ലാസ് എടുക്കുമ്പോൾ നിങ്ങൾക്ക് കിട്ടുന്ന ഒരു അനുഭൂതി. മാത്രമല്ല ഇപ്പൊക്കെ വളരെ ഡീപ്പായിട്ട് അതുപോലെ കൂടി അല്ലെങ്കിൽ തുടക്കത്തിൽ അവർ തന്ന ഒരു പ്രചോദനമാണ് ഈ എന്ന് പറയുമ്പോൾ നല്ല ഒരു 1.5 വർഷം അത് എത്രയും നല്ല രീതിക്ക് കൊണ്ടുപോകാനുള്ളത്. എനിക്കൊന്ന് മണികണ്ഠ സാറും ശാന്തി മാഡായിരിക്കും ഇനി ഞാനതിലുണ്ടാവും, പങ്കെടുക്കാം. പക്ഷെ ബാക്കിയുടെ പങ്കെടുക്കാൻ വളർന്നു ഈ പറഞ്ഞാൽ വളർന്ന് ആയി കഴിയുമ്പോൾ അവർക്ക് അതിന്റെ സ്വാതന്ത്ര്യത്തിൽ വിട്ടുകൊടുക്കണം. ബാക്കി കാര്യങ്ങളൊക്കെ അതിനെയാണ് ചെയ്യേണ്ടത്. ഇതിനെ കൂടി നന്നായിട്ട് പറയാനുണ്ടായിരുന്നു. തിരുക്കുറളിനെ പിന്നെ സ്വീകരിച്ച് പറയാം. തിരുക്കുറളും അതിനെ കുറിച്ചിട്ടുള്ള കാര്യങ്ങൾ വളരെയധികം നന്ദിയുണ്ട് എല്ലാവർക്കും. അടുത്ത ആഴ്ചത്തെ ഇത് വന്നിട്ട് സെൻസ് ഓഫ് ഇന്റൻഷൻ ആണ്, ഇംഗിത ബോധമാണ്. അത് ആ ഇംഗിതം അറിഞ്ഞ് പെരുമാറാൻ നോക്കാം. ഓക്കെ, അപ്പൊ ശാന്തിമാമൻ പ്രത്യേകം താങ്ക്സ് പറയുന്നു. വളരെ മോമന മാം, ജോഷി സാർ, ഉഷ മാം, ഷീലാമാമനെ പിടിച്ചു മേടിക്കുമോ? അനിൽകുമാർ സാർ, ശ്രീകുമാരി മാം. മറന്നുപോയാലോ എന്ന് ഓർത്താ സാറേ, വിട്ടുപോയാൽ കഷ്ടമാ. ഞാൻ സ്ക്രീൻ കണ്ടോണ്ടല്ലേ പറയുന്നത്, അപ്പൊ ഒരിക്കലും വിട്ടുപോകത്തില്ല. ആയിക്കോട്ടെ, സന്തോഷം. മോഹൻദാസ് സാറിന് പ്രത്യേകം നന്ദി. സാറിന്റെ പ്രസൻസ് എപ്പോഴും ഉണ്ടാവണം.